as you saw, thumbnail-ilake, I did laser vision correction surgery, and this is just me documenting my entire experience for two reasons. ഒന്ന് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്, ഒരുപാട് വർഷം കഴിയുമ്പോൾ എനിക്ക് തന്നെ ഇരുന്ന് കണ്ട് എൻ്റെ ഈ എൻറ്റയർ എക്സ്പീരിയൻസ് റീലിവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എല്ലാ കാര്യങ്ങളും എപ്പോഴും നമ്മുടെ മനസ്സിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ അങ്ങനെ നിൽക്കണം എന്നില്ലല്ലോ അല്ലേ. ഐ തിങ്ക് ഓവർ ടൈം മേ ബി മെയിൻ ഇവൻറ്റ്സ് ഒക്കെ ഓർമ്മയുണ്ടാകും, പക്ഷേ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മറന്നു തുടങ്ങത്തില്ലേ. അപ്പം ചെറിയ ചെറിയ ഡീറ്റെയിൽസ് വരെ ഇൻക്ലൂഡ് ചെയ്ത് ഇഫ് ഐ ഹവ് ഡോക്യുമെൻറ്റഡ് ഇറ്റ്, ദെൻ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഇറ്റ്സ് പെർമനൻ്റ്ലി ഫ്രോസൺ ഇൻ മൈ മെമ്മറി അല്ലേ. ദാറ്റ്സ് വൺ റീസൺ. ആൻഡ് ദ സെക്കൻഡ് റീസൺ ഇസ് ദാറ്റ് ഈ എൻറ്റയർ ഒരു സർജറി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സർജറി ചെയ്യുന്നതിന് മുൻപ് ഐ വുഡ് ഹവ് loved to see another person's ഡീറ്റെയിൽഡ് എക്സ്പീരിയൻസ് ഓൺ ദ സെയിം തിങ്. കാരണം ഏതൊരു സർജറി ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു 10,000 ചോദ്യങ്ങൾ നമ്മുടെ തന്നെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ ഈ സിമിലർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള മറ്റൊരാളുടെ ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റേഷൻ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. അപ്പം ആ പരിപാടി ഞാൻ ചിന്തിച്ചത് കൊണ്ട് ഐ തോട്ട് ദാറ്റ് ഓക്കെ, ദെൻ ഐ മൈറ്റ് as well document it, so it might come across as handy or helpful for another person. So that's why we're doing this. ഞാൻ ചെയ്ത സർജറിയുടെ പേര് സ്മൈൽ എന്നാണ്. സ്മൈൽ ഒരു ലേസർ സർജറിയാണ്. പ്രധാനമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ലാസിക് അല്ലേ. എനിക്കും കഴിഞ്ഞ ഒരു 3-4 മാസം വരെ എനിക്കും ലാസിക് എന്ന് പറയുന്ന ഒരു ലേസർ സർജറി മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ബട്ട് ദർ ഇസ് മോർ ദൻ ലാസിക്. 3 തരം ലേസർ സർജറീസ് ആണ് ഇന്ന് പെർഫോം ചെയ്യപ്പെടുന്നത്. ഒന്ന് ഓഫ് കോഴ്സ് ലാസിക്, പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ PRK എന്ന് പറഞ്ഞാൽ ഫോട്ടോ റിഫ്രാക്റ്റീവ് കെറാറ്റക്ടോമി. ആൻഡ് മൂന്നാമത്തതാണ് സ്മൈൽ, വിച്ച് ഇസ് സ്മോൾ ഇൻസിഷൻ ലെൻറ്റിക്യൂൾ എക്സ്ട്രാക്ഷൻ. ഈ 3 സർജറീസാണ് നിലവിൽ ലേസർ ഉപയോഗിച്ച് നമ്മുടെ കണ്ണിന് വേണ്ടി ചെയ്യുന്നതായിട്ടുള്ള 3 സർജറീസ്. ഈ 3ഉം എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ പയ്യെ അതിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്കൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം. ഏകദേശം ഒരു 16 വർഷം പിറകിലേക്ക് നമുക്ക് പോകണം, ടു 2007. ഞാൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സ്പെക്സ് വെക്കുന്നത്. ഞാനൊരു 6ാം ക്ലാസ് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ടേ ഞാനിങ്ങനെ വീട്ടിൽ വന്നപ്പോഴും പരാതി പറയാറുണ്ട്. എനിക്ക് ബാക്ക് ബെഞ്ചിലൊക്കെ ഇരിക്കുമ്പോൾ, ബാക്ക് ബെഞ്ചിലെന്നല്ല, ക്ലാസ്സിൽ ബെഞ്ചിലിരിക്കുമ്പോൾ തന്നെ എനിക്ക് ബോർഡിൽ എഴുതിയിരുന്നൊന്നും നേരെ കാണാൻ പറ്റുന്നില്ല, എനിക്ക് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബ്ലറി ആയിട്ട് തോന്നാറുണ്ടെന്നൊക്കെ. പക്ഷേ മിക്ക അച്ഛനമ്മമാരെ പോലെയും എൻ്റെയും അച്ഛനും അമ്മയും വിചാരിച്ച എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കൊക്കെ കൊച്ചായിരിക്കുമ്പോൾ കണ്ണാടി വെക്കാൻ ഭയങ്കര ഒരു ത്രില്ലാണല്ലോ. കാരണം കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തോ ഭയങ്കര കൂൾ ആയി എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് അന്നുണ്ടല്ലോ. അപ്പം ഞാനും അതിനു വേണ്ടി ചുമ്മാ പറയുന്നതാണെന്നാണ് അച്ഛനും അമ്മയും വിചാരിച്ചിരുന്നത്. അങ്ങനെ അവർ ഞാൻ പറയുന്നത് വിശ്വസിച്ചില്ല. അപ്പോൾ ഒരു 1-2 വർഷം ഞാൻ കള്ളമാണ് പറയുന്നത് എന്ന് വെച്ചാൽ അവർ കാര്യമാക്കിയില്ല. പിന്നെ ഈ 4-5 പിള്ളേരുള്ള വീടാകുമ്പോഴത്തേക്കും എല്ലാ പിള്ളേരും പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്നും അവരത്ര കാര്യമായിട്ട് എടുക്കാറില്ല. അങ്ങനെ ഒരു 7ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേനും ഞാൻ പറഞ്ഞു എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാസനായി കയറി കൊണ്ടുപോയി കണ്ണൊക്കെ ടെസ്റ്റൊക്കെ ചെയ്തു. അന്നാണ് ഞാൻ പറയത്തില്ലേ, ഐ സക്സസ്ഫുള്ളി ഫെയിൽഡ് എന്ന് പറയത്തില്ലേ. അതായത് മറ്റേ ABCD ഒക്കെ എഴുതി കാണിച്ചപ്പോൾ എനിക്ക് നേരെ ഒന്നും വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അന്ന് വായിക്കാൻ പറ്റാതിരുന്നതിൽ എനിക്ക് ഭയങ്കര ത്രില്ലായിരുന്നു. ഐ വാസ് ലൈക്ക് യെസ്, കണ്ടോ ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു, എനിക്ക് കണ്ടുകൂടാ, എനിക്ക് കണ്ണാടി വയ്ക്കാൻ പറ്റും എന്നൊക്കെ. ഐ വാസ് സോ എക്സൈറ്റഡ്. അങ്ങനെ ഒരു അവിടുത്തെ കണ്ണാടി കടയിൽ നിന്ന് കണ്ണാടിയൊക്കെ സെലക്ട് ചെയ്ത് ഞാനൊരു കണ്ണാടിയൊക്കെ മേടിച്ചിട്ട് ഐ തോട്ട് ഐ ലുക്ക് ലൈക്ക് ദ കൂളസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് ഹോൾ വേൾഡ്. ഐ മീൻ ദിസ് ഇസ് ദ കോൺഫിഡൻസ് വി ഓൾ നീഡ് ഇൻ ലൈഫ്. ഐ വാസ് വെരി പ്രൗഡ് എൻ്റെ ഒരു സ്പെക്സി ലുക്കിൽ. ദാറ്റ്സ് ഇറ്റ്. ലൈക്ക് ഐ വാസ് ജസ്റ്റ് ടു കൂൾ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ പതുക്കെ ഒരു 2-3-4 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കേ, കണ്ണാടി വെക്കുന്നത് അല്ലെങ്കിൽ കണ്ണ് കണ്ടുകൂടാത്തത് അത്ര ഒരു കൂൾ ആസ്പെക്റ്റ് ഒന്നും അല്ല. എന്നിട്ട് പിന്നെ ഐ ഹാഡ് ബിക്കം ദാറ്റ് ഗേൾ വിത്ത് സ്പെക്സ്. പല കണ്ണാടികൾ, പല കളറിലുള്ള പല ഷേപ്പിലുള്ള കണ്ണാടികൾ, ഫാഷൻ മാറുന്നതിനോടൊപ്പവും അങ്ങനെ ഇരിക്കവേ പുതിയ കണ്ണാടികളൊക്കെ വാങ്ങുന്നത് ഒരു ട്രെൻഡായിരുന്നു. ആൻഡ് ഐ ഹാഡ് ബിക്കം ദാറ്റ് സ്പെക്സ് ഗേൾ. പക്ഷേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ പവർ അങ്ങനെ അത്ര മോശമൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ കണ്ണാടി ഇല്ലെങ്കിലും എനിക്ക് കണ്ണൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ജസ്റ്റ് ദാറ്റ് ഓഫ് കോഴ്സ് വെൻ ദ സ്പെക്സ് കംസ് ഇൻ യു ഹാവ് ദാറ്റ് അൾട്രാ ഹൈ ഡെഫിനിഷൻ വിഷൻ. പക്ഷേ എന്നാലും ഞാൻ എപ്പോഴും ഒന്നും വെക്കാറുണ്ടായിരുന്നില്ല. ക്ലാസ്സിലിരിക്കുമ്പോൾ മാത്രമേ, ആദ്യമൊക്കെ എപ്പോഴും വെക്കാറുണ്ടായിരുന്നു, ബിക്കോസ് ഓഫ് കോഴ്സ് ഐ ഫൗണ്ട് ഇറ്റ് വെരി കൂൾ. പക്ഷേ പിന്നെ കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സ്കൂളിൽ ഞാൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ മാത്രമേ വെക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഉടുപ്പിൽ തൂക്കിയിട്ടുകൊണ്ട് നടക്കും. കാരണം അതൊരു ഫാഷനായിട്ട് എനിക്ക് അപ്പോൾ തോന്നാറുണ്ടായിരുന്നു.
സോ അങ്ങനെയായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. പിന്നെ സ്കൂള് കഴിഞ്ഞ് 2013 ഞാൻ കോണ്ടാക്ട് ലെൻസിലേക്ക് ചേക്കേറുന്നത്, വിച്ച് വാസ് പ്രിറ്റി എക്സൈറ്റിങ്. കാരണം അതാകുമ്പം മറ്റേ നമ്മൾ ഡ്രസ്സ് ചെയ്ത് ഇപ്പോൾ ഒരു സൽവാർ സാരിയൊക്കെ ഉടുത്തൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ, മറ്റത് പണ്ട് അതിൻ്റെ കൂടെ കണ്ണാടി വയ്ക്കുക ഒരു ചമ്മല, കാരണം മൊത്തത്തിൽ ലുക്ക് ഒരു കുളത്തിലായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം ഇതാകുമ്പോൾ പിന്നെ ലെൻസ് വെക്കാം, അതാകുമ്പോൾ കാഴ്ചയുണ്ട് എന്നാൽ കണ്ണാടിയും വെക്കണ്ട എന്നുള്ളൊരിതാണ്. പിന്നെ ലെൻസ് വെച്ചിട്ട് ഐ ഹവ് ഹാഡ് ഒരു ബുക്ക് എഴുതാൻ പറ്റുന്ന അത്രയും ഫണ്ണി എക്സ്പീരിയൻസസ്. അതിൽ ഏറ്റവും ഒരു മാർക്കബിൾ, അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 2013 ഞാൻ ലെൻസ് വെക്കുന്നത്. അപ്പം 2014 ഞാൻ സ്റ്റീവ് ലോപ്പസ് മൂവി ചെയ്ത സമയത്ത് 2014 ജൂണിലെങ്ങാണ്ടോ ആയിരുന്നു എന്ന് തോന്നുന്നു. ആ മൂവിയുടെ ഒരു മൂവി ലോഞ്ച് പോലെ ഉണ്ടായിരുന്നു, ഒരു പ്രസ് മീറ്റ് പോലെ. അപ്പം ആ ഒരു ഘട്ടം ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഈ ലെൻസും സ്പെക്സും ഒക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിൽ വളരെ ഡിപ്പെൻഡൻ്റ് ആവും, നമുക്ക് അതില്ലാതെ പറ്റില്ല. അപ്പോൾ ഞാൻ നാച്ചുറലി ലെൻസാണ്, എവിടെ അങ്ങനെ ഡ്രസ്സ് ചെയ്ത് പോകുന്നതിൽ ലെൻസാണ്, ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് വെയറിങ് മൈ സ്പെക്സ് വിത്ത് സം സൽവാറോ സംതിങ്. അപ്പം ലെൻസ് എനിക്കപ്പം ഞാൻ ഈ 1 ഇയറിൻ്റെ ലെൻസാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒറ്റ ലെൻസിന് എന്തെങ്കിലും പറ്റിയ ഞാൻ തീർന്നു. അപ്പോൾ ഞാൻ വാഷ് ബേസിൻ്റെ അവിടെ നിന്നാണ് എപ്പോഴും പൊതുവേ ലെൻസ് വെക്കാറ്, കാരണം അവിടെ ആകുമ്പോൾ നല്ല ലൈറ്റും ഉണ്ട്, കാരണം കൈ കഴുകിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പം ഞാനിങ്ങനെ എൻ്റെ കോൺടാക്ട് ലെൻസ് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ കയ്യിൽ നിന്ന് അത് സ്ലിപ്പായി വാഷ് ബേസിലെങ്ങാണ്ട് വീണു. അപ്പം ഞാനൊരു മണ്ടി ആയതുകൊണ്ട് ഞാനത് തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ആ പൈപ്പ് എങ്ങാണ്ടോ തുറന്നു എൻ്റെ കൈ കഴുകാൻ, അങ്ങനെ എന്തോ സംഭവിച്ചു. അപ്പോഴാണ് എനിക്ക് മൊത്തത്തിൽ തിരിച്ചറിയുന്നത് എൻ്റെ ലെൻസ് ഒരെണ്ണം ഒഴുകിപ്പോയി എന്ന് പറഞ്ഞാൽ, നമ്മുടെ കൈ കഴുകുമ്പോൾ അവിടെ ഒരു ഡ്രെയിൻ ഇല്ലേ, അതിലൂടെ ഇത് തിരിച്ചറിഞ്ഞ ഉടനെ ഞാൻ പൈപ്പ് അടച്ചു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക, എൻ്റെ പൊന്നോ ഞാൻ എന്ത് ചെയ്യും. ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയുടെ പരിപാടിക്ക് പോവുക, എനിക്കിപ്പോൾ ലെൻസ് വെക്കാതെ പോകാൻ എനിക്ക് പറ്റില്ല, കാരണം ബൈ ദെൻ ഐ എം സോ ഡിപ്പെൻഡൻറ്റ് ദാറ്റ് ലെൻസ് വെച്ചില്ലെങ്കിൽ എനിക്ക് കാഴ്ചശക്തി പ്രശ്നമായിട്ട് തന്നെ തോന്നും. ആരെങ്കിലുമൊക്കെ ടാറ്റ കാണിച്ചാൽ എനിക്ക് ടാറ്റ ആരാ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകത്തില്ല, എനിക്ക് ഇങ്ങനെ നോക്കണം ആരാ ഇത് എന്നുള്ള രീതിയിൽ. അപ്പം ലെൻസ് വെക്കാതെ പോകാൻ പറ്റില്ല, അതിപ്പോൾ നമുക്ക് ഹാൻഡിക്യാപ്ഡ് ആയിട്ട് തോന്നും. എന്നാൽ വേഷം കെട്ടി പോകുമ്പോൾ എനിക്ക് കണ്ണാടി വെച്ചിട്ട് പോകാനും ഒരു ചമ്മലായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുക, അപ്പം എന്തപ്പോൾ ചെയ്യുക. അപ്പോൾ ഒരു ലെൻസ് അവിടെ ഇങ്ങനെ ബോക്സിലിരിക്കുക, മറ്റേ ലെൻസ് ഡ്രെയിനിൻ്റെ അകത്ത് പോയി. അപ്പോൾ എൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ വളരെ ക്രിയേറ്റീവ്ലി പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നൊരു ഫാമിലിയാണ് നമ്മൾ. അങ്ങനെ അപ്പച്ചിയും അമ്മയും കൂടി വന്നു. എന്നിട്ട് യു വോണ്ട് ബിലീവ്, അപ്പോൾ അപ്പച്ചി പറഞ്ഞു ഇപ്പോൾ പോയതല്ലേ ഉള്ളൂ, നമുക്ക് ഇപ്പോൾ തന്നെ താഴത്തെ, അതായത് ഈ ഡ്രെയിൻ എല്ലാം കൂടി ഒലിച്ച് വാഷ് ബേസിൻ്റെ താഴെ ഒരു പൈപ്പ് ഉണ്ടല്ലോ അതിലേക്ക് പോകുമല്ലോ, നമുക്കിപ്പോൾ തന്നെ അതങ്ങ് തുറന്നേക്കാം. അങ്ങനെ അത് തുറന്നു. എന്നിട്ട് കഴിഞ്ഞ ഒരു അരമണിക്കൂറിൽ നമ്മൾ കൈ കഴുകി വിട്ട വേസ്റ്റെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ വേസ്റ്റിനെയൊക്കെ നമ്മളിങ്ങനെ പറക്കിയെടുത്തപ്പോൾ, അതും ഇത് ട്രാൻസ്പെറൻറ്റ് ലെൻസാണ്, ആ കോപ്പ് കാണാൻ പോലും പറ്റത്തില്ല. കളറുള്ള ലെൻസാണെങ്കിൽ വീണ്ടും കാണാൻ പറ്റും, ഇത് കാണാൻ പറ്റില്ല, വെള്ളം പോലല്ലേ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ വേസ്റ്റ്, ആ ഒരു ഗതികേടൊന്ന് ആലോചിക്കണം. ഒരു മണിക്കൂറിൽ സിനിമാ നടി സെറ്റപ്പിൽ പരിപാടിക്ക് പോകേണ്ട ഞാനാണ് അവിടെ ഇരുന്ന് ഈ ചവർ പറക്കിക്കൊണ്ടിരിക്കുന്നത്. ചവർ പറക്കുമല്ല, ചവർ വേർതിരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനും അപ്പച്ചിയും കൂടിയൊക്കെ ഇങ്ങനെ വേർതിരിച്ച് എന്തൊക്കെയോ ചവറിൻ്റെയൊക്കെ ഇടയിൽ നോക്കിയപ്പോൾ ഈ ലെൻസ് അവിടെ ഇരുന്നു. അങ്ങനെ ആ ലെൻസ് എടുത്തു. ഭാഗ്യത്തിന് അത് കീറിയും അങ്ങനെയൊന്നും പറ്റിയില്ല. ഇന്നൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളൊരു ഹൈജീൻ പേഴ്സ്പെക്റ്റീവിൽ ഒരുപാട് ചിന്തിച്ചേനെ. അന്ന് പിന്നെ അത്രയും ചിന്തിക്കാനുള്ളൊരു അറിവെന്ന് മാത്രമല്ല, സമയവും സാവകാശവും സാഹചര്യവും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ചവറ് കുപ്പയെന്നെടുത്ത ആ ഒരു ലെൻസിനെ ഞാൻ ലെൻസ് സൊല്യൂഷനൊക്കെ ഇട്ട് കഴുകി കണ്ണിൽ വെച്ച്, മറ്റേ ലെൻസും എടുത്ത് കണ്ണിൽ വെച്ച് വേഷം കെട്ടിയാണ് ഗൈസ് ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയുടെ മൂവി ലോഞ്ചിൻ്റെ അന്ന് ഒരു ക്യൂട്ട് സുന്ദരിയെ പോലെ ചുരിദാറൊക്കെ ഇട്ട് വേഷം കെട്ടിപ്പോയി ഇളിച്ചുകൊണ്ട് നിന്നത്. ലൈഫ് ഇസ് ടഫ് അറ്റ് ടൈംസ്. ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ സംഭവിക്കും, പക്ഷെ നമ്മളതിനെ ഹാൻഡിൽ ചെയ്യണം, അതിലാണല്ലോ കാര്യം. അങ്ങനെ കണ്ണാടിയും ലെൻസും ഒക്കെ വെച്ച് എൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പൊക്കിക്കൊണ്ടിരിക്കവേ തന്നെ എൻ്റെ ചെറിയ ഏതോ പവറിൽ നിന്ന് തുടങ്ങിയിട്ട് ഞാൻ പ്രൊമോഷൻ കിട്ടി നല്ല പവറുള്ള ഒരു ഉന്നത നിലയിലാണ് ഞാൻ വന്ന് നിന്നത്. 1 2 3 4 5 6 7 ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമായിരുന്നു. സോ മച്ച് ദാറ്റ് എനിക്ക് കണ്ണാടിയും ലെൻസും ഇല്ലാതെ ഒരു ജീവിതം ഇല്ല. ഉറക്കം എണീറ്റ് ആദ്യം കണ്ണാടി എടുത്ത് വെക്കും, അതാണ് എൻ്റെ
രീതി. ഐ വാസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻറ്റ് ഓൺ ദീസ് 2 ഐറ്റംസ് ഫോർ ഗുഡ് വിഷൻ. ഞാൻ എൻ്റെ പരിചയക്കാരുടെ അടുത്തൊക്കെ പറയാറുണ്ടായിരുന്നു, നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് എന്നെ കാണുമ്പോൾ നിങ്ങൾ ഹായ് എന്ന് കാണിക്കുമ്പോഴത്തേക്കും ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ ലെൻസോ കണ്ണാടിയോ വെച്ചിട്ടില്ല എന്നാണ്. ഇത് ഞാൻ തമാശ രൂപേണ പറയുന്നതാണ്, കാരണം എനിക്ക് എപ്പോഴും എൻ്റെ കണ്ണിൽ ഒന്നുകിൽ ലെൻസ് അല്ലെങ്കിൽ കണ്ണാടി കാണും. കാരണം അത്രയ്ക്ക് എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ഷോർട്ട് സൈറ്റഡ്നെസ് ആയിരുന്നു, വിച്ച് ഇസ് മയോപ്പിയ. അതായത് ദൂരെയുള്ള വസ്തുക്കൾ ഒട്ടും തന്നെ കാണാൻ പറ്റില്ല, അടുത്തുള്ളത് കാണാം, പക്ഷേ എനിക്ക് അവസാനം അതിൻ്റെ ഈ അടുത്തുള്ളതും പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. പിന്നെ എനിക്ക് ആസ്റ്റിഗ്മാറ്റിസം ഉണ്ടായിരുന്നു, അങ്ങനെ വഴി കൂടി പോകുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, സ്ഫിരിക്കൽ, സിലിണ്ടറിക്കൽ, അങ്ങനെ ഒന്നിനും ഒരു കുറവില്ലായിരുന്നു ബേസിക്കലി. അപ്പം അങ്ങനെ എനിക്ക് കൊച്ചിലെന്ന് പറഞ്ഞാൽ ഈ കണ്ണാടി വെച്ച് അത് കൂളല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തൊട്ടുള്ള വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു കണ്ണാടിയും ലെൻസും വെക്കുന്ന പലരെയും പോലെയും. അതായത് ലേസർ ഐ സർജറി ചെയ്യണം, എന്താണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ നമ്മൾ കൊച്ചിലോട്ട് കേൾക്കുന്നത് ലേസർ അപ്പോൾ ലാസിക് സർജറി ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം കണ്ണാടിയും ലെൻസും വയ്ക്കുമ്പോൾ നമുക്ക് നല്ല കാഴ്ച കിട്ടുമെങ്കിലും പല സാഹചര്യങ്ങളിലും എനിക്ക് വളരെ ഹാൻഡിക്യാപ്ഡ് ആയിട്ട് തോന്നാറുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബീച്ചിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് പോകുമ്പോൾ കണ്ണാടിയും വയ്ക്കാൻ പറ്റില്ല, ലെൻസും വയ്ക്കാൻ പറ്റില്ല, പെർഫെക്റ്റ് ആയിട്ട് കണ്ണും കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പം പലപ്പോഴും ഷൂട്ടൊക്കെ ഉള്ള സമയത്ത് വളരെ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ലെൻസ് വയ്ക്കുമ്പോൾ കണ്ണ് ഭയങ്കര സെൻസിറ്റീവ് ആവും. അപ്പോൾ കണ്ണിങ്ങനെ തുറക്കാനേ പറ്റത്തില്ല, കണ്ണ് തുറന്നാൽ ഇങ്ങനെ വെള്ളം വരും. അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ എന്നാൽ പോട്ട് പുല്ലെന്നും പറഞ്ഞിട്ട് ലെൻസ് ഊരി വെക്കാനും പറ്റത്തില്ല, എന്നാൽ കണ്ണ് കാണാൻ പറ്റത്തില്ല. ലെൻസ് വയ്ക്കുമ്പോൾ എന്നാൽ കണ്ണിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഇപ്പം ഓവർ നൈറ്റ്, ലേറ്റ് നൈറ്റ് ഒക്കെ ഷൂട്ട് പോകുമ്പം നന്നായിട്ട് ഉറക്കം വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ എൻ്റെ മോനെ ലെൻസ് ഒരു ബാധ്യതയാണ്. കാരണം ദ ലെൻസ് വിൽ ജസ്റ്റ്, എനിക്കിട്ടോ, ഐ എം നോട്ട് ജനറലൈസിങ്, പക്ഷേ എനിക്കും എൻ്റെ അനിയത്തിമാരിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ഇഷാനിക്കൊക്കെ ആണെങ്കിലും തന്നെ ഒരുപാട് നേരം ലെൻസ് വെച്ച് കഴിയുമ്പോൾ പിന്നെ ഇറ്റ് റിയലി ബോദേഴ്സ് യുവർ ഐ, ലൈക്ക് ദർ ഇസ് എ ഫോറിൻ തിങ് ഇൻ യുവർ ഐ എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. എന്നാൽ ലെൻസ് ഊരി മാറ്റാനും പറ്റില്ല, കാരണം ഐ പേഴ്സണലി ഫീൽ വെരി ഹാൻഡിക്യാപ്ഡ്, നമുക്ക് ഒട്ടും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തപ്പം. അപ്പം അങ്ങനെ ഒരുപാട് പ്രാക്ടിക്കാലിറ്റി ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കൊന്ന് ലാസിക് ചെയ്താൽ പിന്നെ കുഴപ്പമില്ല, അതൊന്നും വെക്കണ്ടല്ലോ എന്നുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഐ ന്യൂ ദാറ്റ് ലാസിക് എല്ലാവർക്കും എലിജിബിൾ ആവില്ല, പക്ഷെ ഞാനൊരിക്കലും ആ കാറ്റഗറിയിൽ വരത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഐ വാസ് വെരി കോൺഫിഡൻറ്റ് ദാറ്റ് എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ തിരുനെൽവേലിയിലുള്ള അരവിന്ദ് ഐ ഹോസ്പിറ്റലിൽ ലാസിക് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് നമുക്ക് അറിയാവുന്ന ആൾക്കാർ പറഞ്ഞു അത് വളരെ നല്ലൊരു ഹോസ്പിറ്റലാണ്. അവർ ഈ ചാരിറ്റി ബേസ്ഡ് ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ട് തന്നെ അവരൊരിക്കലും നമ്മൾ 100% എലിജിബിൾ ആണെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ, അല്ലാതെ ജസ്റ്റ് കാശ് വാങ്ങി ചെയ്യാമെന്ന് വിചാരിച്ചൊന്നും ചെയ്യില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും കണ്ണല്ലേ, അപ്പോൾ നമുക്കൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഏതോ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ 1-2 ബേസിക് ടെസ്റ്റുകൾ ചെയ്തപ്പോൾ അവർ മറ്റേ ഓൾ ഓക്കെ, കോൺഫിഡൻറ്റ്, യു ക്യാൻ ഗോ, പോയി ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് ആ സമയത്ത് നമ്മൾ ചെല്ലുന്നത്. ഞാനും അച്ഛനും കൂടിയാണ് പോയത്. അമ്മയ്ക്ക് കൂടെ വരാൻ ഭയങ്കര പേടിയായിരുന്നു, കാരണം അമ്മയ്ക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. അമ്മയ്ക്ക് ഈ സർജറി ഒന്നും ചെയ്യണ്ട എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ അച്ഛന് ഞാൻ ചെയ്യണം, അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ പുറത്ത് കാണിച്ചില്ല. അപ്പം ആ സമയത്ത് ഇറ്റ് വാസ് അബൌട്ട് ഐ തിങ്ക് 1 lakh സംതിങ്, 1 lakh എന്തോ ആയിരുന്നു ആ സർജറിയുടെ ഒരു റേറ്റ്. അപ്പോൾ ഇത് 2018 അപ്പോൾ ആ ഒരു സമയത്ത് ഫിനാൻഷ്യലി വി വർ റിയലി നോട്ട് ഇൻ എ പൊസിഷൻ ടു സ്പെൻഡ് 1 lakh for a surgery which could be done later on also. കാരണം വി ഹാഡ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നോക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് ഹി ആക്ച്വലി ഗേവ് us 1 lakh rupees, which was very sweet of him. അങ്ങനെ ആ അങ്കിൾ തന്ന കാശൊക്കെ കൊണ്ടാണ് ഞാനും അച്ഛനും ട്രെയിനിൽ വി വെൻ ടു തിരുനെൽവേലി. അവിടെ ഹസീന ആൻറ്റിയുടെ വീട്ടിലാണ് നിന്നത്. ഓഗസ്റ്റ് 2018 അരവിന്ദ് ഐ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ അന്ന് അവർ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തു. അപ്പം ഞാൻ ഈ ടെസ്റ്റൊക്കെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, കാരണം നാളെ എത്ര മണിക്ക് സർജറിക്ക് വരണം എന്ന് വരെ ഞാൻ അവിടുത്തെ നേഴ്സസിനോടൊക്കെ ചോദിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും ഞാൻ മനസ്സിൽ ഇമാജിൻ ചെയ്യുന്നതാണ്. അന്ന് ഞാനിങ്ങനെ വിചാരിക്കാറുണ്ടായിരുന്നു, കുഞ്ഞിക്കൂനൻ സിനിമയിലൊരു സീനുണ്ട്, അതായത് നവ്യ നായരിന് കണ്ണ് കണ്ടുകൂടല്ലോ. അപ്പം മറ്റേ മോഡേൺ ദിലീപിൻ്റെ ഗേൾ ഫ്രണ്ട് മരിച്ചു കഴിയുമ്പോൾ ആ കണ്ണ് നവ്യ നായരിന് കൊടുക്കുന്ന ഒരു സർജറി സീനുണ്ടല്ലോ. അപ്പോൾ ആ സീൻ കഴിയുമ്പോഴത്തേക്കും സർജറിയുടെ സീൻ കഴിയുമ്പോൾ ഒരു സീനുണ്ട്, നവ്യ നായരിൻ്റെ കണ്ണിൽ അവർ തുണി കെട്ടിയിട്ട് ഇങ്ങനെ തുണി മാറ്റും. അപ്പോൾ നവ്യ നായർ ഇങ്ങനെ കണ്ണ് തുറക്കുമ്പോഴത്തേക്കും അവൾക്കെല്ലാം കാണാം. ഇതായിരുന്നു എൻ്റെ മനസ്സിലെ ഒരു റെഫറൻസ് സീൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു സർജറി കഴിഞ്ഞിട്ട് അവരിങ്ങനെ തുണി ഇങ്ങനെ അഴിക്കും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്കെല്ലാം മറ്റേ 4K ആയിട്ട് കാണാൻ പറ്റുന്നു. ഇതൊക്കെ സ്വപ്നം കണ്ടാണ് ഞാൻ ചെല്ലുന്നത്. അങ്ങനെ അവർ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തു. അപ്പം ഞാനും അച്ഛനും എന്നിട്ട് അവസാനം മീനാക്ഷി എന്നായിരുന്നു തോന്നുന്നു ആ ഡോക്ടറിൻ്റെ പേര്, എനിക്ക് ഓർമ്മയില്ല. ഡോക്ടറിൻ്റെ മുറിയിൽ ഇങ്ങനെ പോയിരിക്കുക, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്.
ആ ഒരു റൂമിൻ്റെ സെറ്റപ്പൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ അപ്പോൾ നാളെ എത്ര മണിക്ക് വരണം എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, so Ahaana, your eye, it's a very dangerous eye, so we can't touch your eye, it's very risky. ഞാനിങ്ങനെ എന്താ വാട്ട്? അപ്പോൾ എൻ്റെ അച്ഛനും അവിടെ സൈഡിൽ ഇരുന്ന് ഒന്നും മനസ്സിലാവാത്തത് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ എന്ന് ചോദിച്ചപ്പം ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതായത് ലാസിക് എന്ന് പറയുന്ന സർജറി, ഓർ എനി റിഫ്രാക്റ്റീവ് സർജറി ഫോർ ദാറ്റ് മാറ്റർ, നമ്മുടെ കോർണിയയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് കട്ട്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് യുവർ കോർണിയ ആൻഡ് പാസസ് ദ ലേസർ ആൻഡ് റീഷേപ്സ് യുവർ കോർണിയ. അപ്പോൾ നമ്മുടെ കോർണിയ തിക്നെസ് എന്ന് പറയുന്നത് ഈസ് എ വെരി ക്രൂഷ്യൽ ഫാക്ടർ വെൻ ഇറ്റ് കംസ് ടു ലേസർ റിലേറ്റഡ് സർജറീസ് എല്ലാം ചെയ്യാൻ അവർ കുറച്ച് ഫാക്ടേഴ്സ് നോക്കും. ഒന്ന്, പ്രൈമറിലി നമ്മുടെ പവർ. 2, നമ്മുടെ കോർണിയ തിക്നെസ്. പിന്നെ ഓഫ് കോഴ്സ് ദ കണ്ടീഷൻ ഓഫ് യുവർ റെറ്റിന ആൻഡ് എവറിത്തിങ്. അപ്പം എൻ്റെ കേസിൽ എൻ്റെ കോർണിയ തിക്നെസ് കുറച്ച് കുറവായിരുന്നു ആൻഡ് മൈ പവർ വാസ് റിയലി ഹൈ. ഇപ്പം എൻ്റെ കോർണിയ തിക്നെസ് കുറവായിരിക്കവേ തന്നെ എൻ്റെ പവർ ഇച്ചിരിയും കൂടി കുറവായിരുന്നെങ്കിൽ ചിലപ്പോൾ ഐ വുഡ് ഹവ് ബീൻ ഏബിൾ ടു ഡു ദ സർജറി. അല്ലെങ്കിൽ എൻ്റെ പവർ ഇത്രയും തന്നെയുണ്ട്, പക്ഷേ എനിക്ക് കോർണിയ തിക്നെസ് ഇച്ചിരിയും കൂടി ഉണ്ടായിരുന്നെങ്കിലും I might have been able to do the surgery. പക്ഷേ ആ ഒരു പോയിന്റിൽ it so happened that my power was really high and my cornea thickness was really less. അപ്പം ഇത്രയും പവറിന് അവർക്ക് വർക്ക് ചെയ്യാനും വേണ്ടിയുള്ള അത്രയും കോർണിയ തിക്നെസ് എൻ്റെ കണ്ണിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ദാറ്റ് വി പെർഫോം ദിസ് സർജറി ഓൺ യുവർ കോർണിയ. അപ്പം വി വെരി സോറി, വിൽ നോട്ട് ബി ഏബിൾ ടു ടച്ച് യുവർ ഐ. മൈ ഗോഡ്, പ്രാഞ്ചേട്ടൻ സിനിമയിലൊരു സീനില്ലേ, മറ്റേ പത്മശ്രീ അനൗൺസ് ചെയ്യുന്ന സമയത്ത് മമ്മൂട്ടി ഇങ്ങനെ ഇങ്ങനെ ടി വി ഒക്കെ വാങ്ങി വെച്ചിട്ട് ഇപ്പം പുള്ളിയുടെ പേര് വിളിക്കുന്നു പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും വിളിക്കത്തില്ലല്ലോ. അപ്പോൾ പുള്ളി ഇങ്ങനെ ബോധം കെട്ട് നിലത്തോട്ട് വീഴത്തില്ലേ. ഐ സ്വെയർ ടു ഗോഡ്, അറ്റ് ദാറ്റ് വെരി മൊമെൻറ്റ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഞാനിങ്ങനെ പോയി ബോധം കെട്ട് വീഴുന്ന പോലെ. കാരണം ആ ഒരു പോയിന്റിൽ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കാം, അല്ലെങ്കിൽ 6 മാസം, അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇറ്റ് വാസ് എ നോ. ഓ മൈ ഗോഡ്, ഐ ഫെൽറ്റ് സോ ഫ്രോസൺ. എന്നിട്ട് അപ്പോൾ അച്ഛനും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് അച്ഛൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ഡോക്ടറിൻ്റെ അടുത്ത്. അപ്പോൾ അച്ഛനും ഭയങ്കര ഹേർട്ടായിപ്പോയി, അച്ഛനും ഭയങ്കര വിഷമമായി. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർ ഒക്കെ എന്താ പറയുക, അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം ആയിരുന്നെങ്കിൽ ഐ വുഡ് ഹവ് ലവ് ടു ഇൻ്റർചേഞ്ച് മൈ വിഷൻ ഫോർ മൈ ചൈൽഡ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡയലോഗ് അച്ഛൻ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ബോധം കെട്ട് വീഴാനിരുന്ന എനിക്ക് ഐ ഫെൽറ്റ് എ ലിറ്റിൽ ബെറ്റർ. കാരണം ഐ ഫെൽറ്റ് ദാറ്റ് വാസ് വെരി സ്വീറ്റ് ആൻഡ് ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഓൺലി ഐ തിങ്ക് സോ വിച്ച് ഓൺലി എ പാരൻറ്റ് ക്യാൻ ആക്ച്വലി ടെൽ, അല്ലേ? വേറെ ഒരാൾക്കും ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ എൻ്റെ കാഴ്ചശക്തി എടുത്ത് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ. നമ്മുടെ അച്ഛനും അമ്മയും മാത്രം ചിന്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണത്. ആൻഡ് ദാറ്റ് വാസ് വെരി ഹാർട്ട് വാർമിങ്. എനിവേസ്, അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു, ഡോണ്ട് വറി, ടെക്നോളജി വിൽ ഗ്രോ, ടെക്നോളജി വിൽ ഡെവലപ്പ്, അപ്പോൾ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ഡോണ്ട് വറി, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം തീർച്ചയായിട്ടും വരും, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, മറ്റേ കോൺസലേഷൻ പ്രൈസൊക്കെ തന്ന് വിടുന്നത് പോലെ അതിപ്പോൾ നടന്ന പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ചാപ്റ്റർ ക്ലോസ്ഡ്. റിയലി ഇറ്റ് വാസ് ട്രൂലി എ ചാപ്റ്റർ ദാറ്റ് വാസ് ക്ലോസ്ഡ്. ആൻഡ് എനിക്ക് ഭയങ്കര വിഷമമായി. അന്ന് തിരിച്ച് ഹസീനാറ്റിയുടെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഐ വാസ് റിയലി സാഡ്. ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ അന്ന് വിഷമിച്ചിരുന്നപ്പോൾ എടുത്ത ഫോട്ടോസാണിത്. ഇത് ഫ്രണ്ട്സിനോ അമ്മയ്ക്കോ എന്തോ അയക്കാൻ വേണ്ടി എടുത്തതാണ്. അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വിഷമം തീർത്തത് ഹസീനാറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ടെൻഡർ കോക്കനട്ട് ആൻഡ് മാംഗോ പുഡിംഗ് ഉണ്ടാക്കി. അതിൻ്റെ ഒരു പകുതി ബോൾ ഞാൻ സ്വന്തമായിട്ട് ഒറ്റയ്ക്കിരുന്ന് കഴിച്ചു. എൻ്റെ വിഷമം മൊത്തം ഐ ലിറ്ററലി ഡ്രൗൺഡ് ഓൾ മൈ സാഡ്നെസ് ഇൻ ദാറ്റ് കോക്കനട്ട് മാംഗോ പുഡിംഗ് എന്ന് പറയാം. ഐ വാസ് റിയലി സാഡ് ആൻഡ് ബ്രോക്കൺ. ബട്ട് ഓഫ് കോഴ്സ് പിന്നെ നമ്മളൊരു കാര്യം അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ യു മേക്ക് പീസ് വിത്ത് ഇറ്റ്. പിന്നെ ഐ ടോട്ടലി മേഡ് പീസ് വിത്ത് ദ ഫാക്ട് ദറ്റ് അവർ അഡ്വാൻസ്മെൻറ്റ്സ് വരും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ വിശ്വസിച്ചൊന്നുമില്ല. അത് നമ്മളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതെന്നാണ് ഞാൻ 100% ഉറച്ച് വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഐ മേഡ് പീസ് വിത്ത് ദ ഫാക്ട് ദറ്റ് യെസ്, എനിക്ക് വിഷൻ ഇഷ്യൂസ് ഉണ്ട്, എനിക്ക് എല്ലാവരുടെ അത്രയും കാഴ്ചശക്തി ഇല്ല, എനിക്കെല്ലാം കാണാം, പക്ഷെ എന്നാലും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. കണ്ണാടിയും ലെൻസും വെച്ചാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബാക്കി അങ്ങോട്ട് പോകുന്നത് എന്നുള്ളത് ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്തു കഴിയുമ്പോൾ പിന്നെ നമുക്ക് വിഷമം
അത്രയൊന്നും തോന്നത്തില്ലല്ലോ, ബിക്കോസ് യു ഹവ് കം ടു ടേംസ് വിത്ത് ഇറ്റ്. എന്നിട്ട് ആ വിഷമം ഇച്ചിരിയും കൂടി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ആ സമയം എനിക്ക് ഓർമ്മയുണ്ട് 4-5 പുതിയ കണ്ണാടി, മറ്റേ കളേർഡ് ലെൻസിലും ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഇത്രയും പവർ ഉള്ളവർക്കാകുമ്പോഴത്തേക്കും കളറും പവറും കൂടി ചേർന്ന വളരെ കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ. എന്നാലും പറ്റുന്ന ഓപ്ഷൻസ് 2 ഒക്കെ ഞാൻ മേടിച്ചു. അങ്ങനെ ഷോർട്ട് സൈറ്റഡ്നെസ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് അക്സെപ്റ്റ് ചെയ്ത് ഞാനിങ്ങനെ മുന്നോട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ 2023 വെൻ ഐ ഹാഡ് കംപ്ലീറ്റ്ലി ലേസർ, ഐ സർജറി അതൊന്നും എൻ്റെ മനസ്സിലില്ല. കാരണം നമ്മളതൊക്കെ കളഞ്ഞു മനസ്സിൽ നിന്ന്. നമ്മൾ മൂവ് ഓൺ ആയി. ഈ അടുത്ത് എൻ്റെ സ്കൂൾ റീയൂണിയൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഓഗസ്റ്റ് 2023. അപ്പോൾ ഞാൻ സ്കൂൾ റീയൂണിയന് പോയപ്പം എൻ്റെ സീനിയറുണ്ട് ശ്രീദേവി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശ്രീദേവി എന്നെ കണ്ടപ്പോൾ പറഞ്ഞ്, എടോ ഞാൻ കുറേ നാളായിട്ട് തൻ്റെ അടുത്തൊരു കാര്യം പറയണമെന്ന് വെച്ചുകൊണ്ടിരിക്കുക. ഐ എം ലൈക്ക്, എന്താ? ഷീസ് ലൈക്ക്, ഞാൻ തനിക്ക് ഇൻസ്റ്റയിൽ വരെ മെസ്സേജ് അയച്ചായിരുന്നു കോൺടാക്ട് ചെയ്യാനായിട്ട്, പക്ഷേ താൻ മെസ്സേജ് കണ്ടില്ലായിരുന്നു. അപ്പം എനിക്കും ഈ പറഞ്ഞ പോലെ മറ്റേ നല്ല പവറും കോർണിയ തിക്നെസ്സും കുറവായിരുന്നു. അപ്പം ഞാനും ലാസിക്ക് ചെയ്യാൻ പോയി റിജക്റ്റ് ആയതാണ്. അപ്പോൾ താൻ ഏതോ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, തനിക്കിത് ചെയ്യാൻ പറ്റിയില്ല എന്ന്. എടോ, ഞാൻ 1.5 വർഷം മുമ്പ് ട്രാൻസ് PRK എന്ന് പറയുന്ന ഒരു വിഷൻ കറക്ഷൻ സർജറി ചെയ്തു. അത് ഈ പറഞ്ഞ പോലെ കോർണിയ തിക്നെസ് കുറവുള്ളവർക്കും ഇപ്പോൾ പവർ ഹൈ ആ ഒരു കോമ്പിനേഷൻ ഉള്ളവർ എലിജിബിൾ ആകുന്ന ഒരു പരിപാടിയാണ്. എടോ, യു ഷുഡ് ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. കാരണം എനിക്ക് തൻ്റെ വിഷമം മനസ്സിലാവും. കാരണം എനിക്കും തന്നെ പോലെ പവർ ഉണ്ടായിരുന്നു. ഞാനും ജീവിതകാലം മൊത്തം കണ്ണാടി വെച്ചാണ് ഇരുന്നത്. അപ്പോൾ എനിക്ക് ആ ബുദ്ധിമുട്ടും ആ ലാസിക്കലി റിജക്റ്റ് ആകുന്ന വിഷമം മനസ്സിലാവും. താൻ എന്തായാലും ഇത് ട്രൈ ഔട്ട് ആണ്. അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്കതൊരു പുതിയ അറിവായിരുന്നു. കാരണം നമ്മളൊരു 5 വർഷം മുമ്പ് അടച്ചു വെച്ചൊരു ചാപ്റ്റർ ചെറുതായിട്ടിങ്ങനെ തുറക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഐ വാസ് ലൈക്ക്, ഓക്കെ എന്നാൽ ഞാനത് ചെക്കൗട്ട് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അപ്പോൾ സത്യം പറഞ്ഞാൽ ശ്രീദേവി എന്നെ ഇങ്ങനെ പുഷ് ചെയ്തു. അയാൾ പറഞ്ഞു, താൻ എന്തായാലും ഇത് അന്വേഷിച്ച് നോക്കണം, താൻ ചെയ്യണം. കാരണം ഒരു ഇങ്ങനെ വിഷൻ കിട്ടുമ്പോൾ ഉള്ളൊരു ഫീലുണ്ടല്ലോ, അത് ഭയങ്കര അതാണ്, നല്ലതാണ്. താൻ എന്തായാലും ട്രൈ ഔട്ട് ചെയ്യണോട്, തനിക്കും പറ്റുമായിരിക്കും, എനിക്ക് പറ്റിയതല്ല തനിക്ക് പറ്റുമായിരിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ താങ്ക്സ് ടു ശ്രീദേവി അന്ന് ഞാൻ റീയൂണിയൻ കഴിഞ്ഞ് തിരിച്ച് വീടെത്തി കഴിഞ്ഞപ്പം ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ അഗർവാൽ ഹോസ്പിറ്റലിൽ എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്. ഡോക്ടറിനെയാണ് പണ്ട് തൊട്ടേ അഗർവാൽ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഇപ്പോൾ ഐ ട്വിച്ചിങ്, എനിത്തിങ് ടു ഡൂ വിത്ത് ദി ഐ, ചെറിയ ഡൗട്ട്സ് ആണെങ്കിലും ഞാൻ ഡോക്ടറിനാണ് മെസ്സേജ് അയക്കുന്നത്, ഡോക്ടറിനെയാണ് കൺസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഐ ഡോക്ടർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഡോക്ടർ ജയനെ മാത്രമാണ് എനിക്ക് അങ്ങനെ പേഴ്സണലി അറിയാവുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടർ ജയ്ക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു സംഭവം സജസ്റ്റ് ചെയ്തു, അതെന്താണ് സംഭവം, ഡു യു തിങ്ക് ഐ കൻ ഡു ഇറ്റ് എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പം ഡോക്ടർ സെഡ് യെസ്, ട്രാൻസ് PRK എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ബട്ട് ഹീ സെഡ് ദർ ഇസ് ഓൾസോ വൺ മോർ ട്രീറ്റ്മെൻറ്റ് വിച്ച് ഇസ് ദ ട്രീറ്റ്മെൻറ്റ് അല്ല, വൺ മോർ സർജറി വിച്ച് ഇസ് കോൾഡ് സ്മൈൽ, വിച്ച് ഇസ് ദ ന്യൂവസ്റ്റ് ലേസർ വിഷൻ കറക്ഷൻ സർജറി. അപ്പം ഞാനിതൊക്കെ അപ്പോഴാണ് കേൾക്കുന്നത്. നമ്മൾ ലാസിക്കിൽ നിൽക്കുക, പിന്നെ നമ്മൾ അവിടെ നിന്ന് പുതിയ എന്തെങ്കിലും വന്നോ, അന്നിപ്പോൾ ഡോക്ടർ പുതിയ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്സ് വരും, ഡോൺ വറി എന്നൊക്കെ പറയുമെങ്കിലും half the time such things don't even happen, right? അല്ലേ, നമ്മളതിൻ്റെ പുറകെ പിന്നെ പോകാറില്ലല്ലോ. അപ്പം which I think now is a mistake on my part. I don't know, ഞാൻ പിന്നെ അതിൽ ഓവർ ഒബ്സസ്സും ചെയ്യാൻ പോയില്ല. കാരണം ഇനിയിപ്പോൾ വീണ്ടും ഒബ്സസ്ഡ് ആയിട്ട് അതിൻ്റെ പുറകെ പോയി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊക്കെ ഒരു വിഷമമാകത്തില്ലേ. ബട്ട് എനിവേസ് ഡോക്ടർ ജയ ടോൾഡ് മീ ദാറ്റ് PRK ഉണ്ട്, ബട്ട് ഹീ സെഡ് ഐ വുഡ് പേഴ്സണലി റെക്കമെൻഡ് സ്മൈൽ. കാരണം ഏറ്റവും ന്യൂവസ്റ്റ് സർജറി ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് റിലേറ്റീവ്ലി സിംപ്ലസ്റ്റ് സർജറി, റിക്കവറി ടൈം വളരെ കുറവാണ്. വൈ ഡോണ്ട് യു കം ഇൻ അഗർവാൽസിൽ വാ. അത് കാരണം ഇതിനെല്ലാം എലിജിബിലിറ്റി ഉണ്ട്, എല്ലാവർക്കും പറ്റണം എന്നില്ല. അപ്പം ഇതിലൊന്നും 100% യു ക്യാൻ ഡു ഇറ്റ് എന്നുള്ള സിറ്റുവേഷൻ അല്ല. ഐ സെഡ് ഓക്കെ ഞാൻ വരാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ കുറേ നാളത് മനസ്സിൽ കണ്ണ് റിലേറ്റഡ് ആകുമ്പോഴേ നമുക്കൊരു സ്ട്രെസ് ഉണ്ടല്ലോ. കാരണം പണ്ട് ഭയങ്കര ധൈര്യമൊക്കെ വാരിക്കൂട്ടിയാണ് പോയത്. പിന്നെ ഈ കഴിഞ്ഞ 5 വർഷത്തെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് കാരണം ഇത് മൈൻഡിലില്ലല്ലോ. പക്ഷെ ശ്രീദേവി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, എടോ എന്തായി, താൻ പോയോ, താൻ ഹോസ്പിറ്റലിൽ പോയോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെ ഫൈനലി ഐ ഡിസൈഡഡ് ടു ഗോ ഇൻ ടു അഗർവാൽ ആൻഡ് ഡു ദ ചെക്കപ്സ്.
ഇപ്പം റെറ്റിനയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടൊരു ആർട്ടിഫിഷ്യൽ ലെൻസ് വെച്ചിട്ട് ഒരു ജെല്ലൊക്കെ ഇട്ടിട്ട് ഒരു ടെസ്റ്റ് ചെയ്തു. താങ്ക്ഫുള്ളി അപ്പാരൻ്റ്ലി ദർ ഇസ് നത്തിങ് റോങ് വിത്ത് ദ റെറ്റിന. എൻ്റെ ഒരു ഇത് വെച്ച് ഐ വാസ് 100% കോൺഫിഡൻറ്റ് ദാറ്റ് ദർ വുഡ് ബി സം പ്രോബ്ലം, ബട്ട് ദർ വാസ് നോ പ്രോബ്ലം താങ്ക്ഫുള്ളി. അപ്പോൾ ഒരു പെർഫെക്റ്റ്ലി ഗുഡ് എമൗണ്ട് ഓഫ് കോർണിയ തിക്നെസ് എന്ന് പറയുന്നത് സംതിങ് ലൈക്ക് 520 മൈക്രോൺസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. 480 തൊട്ട് ഈ സ്മൈലിന് ഓക്കെയാണ്. അതായത് നമുക്കൊരു 480 എങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്മൈലിന് എലിജിബിൾ ആകാം. അപ്പോൾ എനിക്ക് 515 ഉണ്ടെന്ന് പറഞ്ഞു, വിച്ച് ഇസ് ഹി സെഡ് ഇറ്റ്സ് പ്രിറ്റി ഓക്കെ. ഐ തിങ്ക് ലാസിക്കിന് ദാറ്റ് വാസ് എ പ്രോബ്ലം, ബട്ട് സ്മൈലിന് ദാറ്റ് വാസ് നോട്ട് മച്ച് ഓഫ് എ പ്രോബ്ലം. അപ്പോൾ എനിവേസ് എൻ്റെ കോർണിയ തിക്നെസ്സും ടിക്കാണ്, റെറ്റിനയും ടിക്കാണ്. ഇനി നമ്മുടെ ഈ റിസൾട്ട്സ് എല്ലാം കൂടിയിട്ട് അവർ ചെന്നൈയിലേക്ക് അയച്ചു കൊടുക്കും. ആൻഡ് ദേ ഷുഡ് റിവേർട്ട്. അപ്പോൾ ഇത് രണ്ടും ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ്ലി എലിജിബിൾ ആവണമെന്നില്ല. ഇതൊരു ഫസ്റ്റ് ഹേർഡിൽ കഴിഞ്ഞു. വിൽ സി. അങ്ങനെ ചെന്നൈയിൽ നിന്നും റിവേർട്ട് വന്നു. ദേ ആസ്ക്ഡ് us to come over to Chennai for a couple of more advanced tests. അപ്പോൾ ദേ ചെന്നൈയിലെ TTK റോഡിലുള്ള അഗർവാൾ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഊബർ സ്ട്രൈക്ക് ആയിരുന്നു. സോ വി ഡിഡ്ന്റ് ഗെറ്റ് എ ക്യാബ്, സോ വി ഡിഡ് എ ഫൺ ഓട്ടോ റൈഡ്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യാനുണ്ടായിരുന്നു ടു സീ ഇഫ് വി ആർ ആക്ച്വലി എലിജിബിൾ ടു ഗോ അഹെഡ് വിത്ത് ദ സർജറി ഓർ നോട്ട്. അങ്ങനെ ആ ടെസ്റ്റുകളെല്ലാം ഞാൻ ചെയ്തു. So today in the hospital, one cute girl is നമ്മുടെ കൂടെ ഉണ്ട്, accompanying me. Who is that? ഞാൻ നിവേദയുടെ പേര് എൻ്റെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നതാണ്. നിവേദ ക്യൂട്ടി ഡോൾ ആണ്. നിവേദ ശരിക്കും ഒരു ക്യൂട്ടി ഡോളാണ് അല്ലേ? സോ നമ്മുടെ ബേസിക് ടെസ്റ്റ് കഴിഞ്ഞു. ദാറ്റ്സ് മൈ റിപ്പോർട്ട്. ഇപ്പോൾ ഇങ്ങനെ ഡോക്ടറിൻ്റെ റൂമിൻ്റെ വെളിയിൽ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ അറിയാൻ പറ്റും നമുക്ക് സർജറിക്ക് എലിജിബിൾ ആണോ അല്ലേ എന്നുള്ളത്. If you're eligible, then there's a couple of other tests. So, yeah. My mind, I'm usually a positive person, but today my mind is just very strongly telling me that it's going to be a no. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ എനിക്ക് വലിയ പേടിയില്ല, കാരണം ഞാൻ ഈ ഒരു നോയും ഈ സിറ്റുവേഷനും ഞാനൊരു 5 വർഷം മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തകർന്നൊന്നും പോകത്തില്ല. ബട്ട് യാ, അപ്പം ഞാൻ ഡോക്ടറിനെ മീറ്റ് ചെയ്തു. സോ ഡോക്ടർ സെഡ് എൻ്റെ പവർ കൂടുതലാണ്, കോർണിയ തിക്നെസ് കുറവാണ്, പക്ഷേ അതൊന്നും കുഴപ്പമില്ല. ഇറ്റ്സ് പ്രിറ്റി ഓക്കെ ആൻഡ് ലൈക്ക് ഗുഡ് ടു ഗോ. പക്ഷേ എൻ്റെ കണ്ണ് കുറച്ച് ഡ്രൈ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഷി സെഡ് ലൂബ്രിക്കൻ്റ് ഐ ഡ്രോപ്സ് ഇട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നിട്ട് നേരത്തെ ചെയ്ത ടെസ്റ്റ് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല എന്നാണെങ്കിൽ ഐ ക്യാൻ പ്രൊസീഡ് വിത്ത് ദ സർജറി. അല്ല വളരെ കുഴപ്പമുണ്ടെന്നാണെങ്കിൽ മേ ബി കുറച്ച് നാൾ കഴിഞ്ഞ് കണ്ണിൻ്റെ ഡ്രൈ ഐസ് പ്രശ്നം മാറ്റിയിട്ടേ ചെയ്യാൻ പറ്റൂ. സോ ഞാൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ എം വെയിറ്റിംഗ് again. So for you, the thickness wise it is fine. They will just do a smile calculation and everything for you. If smile calculation பண்ண சொல்லிடுங்க உங்களுக்கு, and ஃபண்டஸ் எல்லாம் பார்த்தாச்சான்னு பார்த்துக்கோங்க. பவர் வந்து உங்களோட எக்ஸாக்ட் பவர் என்னன்னு நான் சொல்றேன். உங்களோட லெஃப்ட் ஐ பவர் வந்து பாத்தீங்கன்னா ஆல்மோஸ்ட் 5.25 இருக்கு. 2.75 with 2.5 cylindrical. 5.25. லெஃப்ட் ஐல வந்து 7 with -1 cylindrical. So 8. ரொம்ப மோசமான ஒரு பவர் இல்ல. ஈவன் 18 பவர்லாம் கூட இருக்கு. ஆனா 18 பவருக்கு நம்ம ஸ்மைல் பண்ண முடியாது. அதர் ஆப்ஷன்ஸ் பண்ணுவாங்க. கண்ணுக்குள்ளே லென்ஸ் வைக்கிற சர்ஜரி மாதிரி பண்ணிடுவாங்க. பட் உங்களுக்கு ஸ்மைல் பண்ணிக்கலாம். உங்களுக்கு அடிக்குவேட்டா இருக்கு. அதனால டாக்டர் ரஞ்சிதா இன்னொரு டாக்டர் போட்டுருக்காங்க. சீன் பை டாக்டர் ரஞ்சிதா both eye smile calculation RBT adequate. adequateனா உங்களுக்கு ஸ்மைல் அது போட்டுருக்காங்க. adequate ஆகும் போட்டுருக்காங்க. Yeah, tomorrow is a surgery. സർജറി കഴിയുന്ന സമയം തൊട്ട് തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ തന്നെ താഴെ ഒരു ഒപ്റ്റിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് തന്നെ പോയി നോക്കി കൂട്ടത്തിൽ ഭേദമായിട്ടുള്ള ഒരു ഗ്ലാസ്സൊക്കെ അങ്ങ് സെലക്ട് ചെയ്ത് വെക്കാം. അതാകുമ്പോൾ നാളെ സർജറി കഴിഞ്ഞ് ഉടനെ വെക്കാമല്ലോ. സെലക്ട് ചെയ്തു. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് എൻ്റെ ഒരു ലുക്ക് ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഇതും കൂടി മേടിക്കാം. കാരണം ഇതിനിങ്ങനെ പ്രൊട്ടക്ഷൻ ഉണ്ട്. കാരണം ഇങ്ങനെ ഡസ്റ്റ് ഒന്നും കയറുന്നു. പക്ഷേ ഇപ്പോൾ രാത്രി കൂളിംഗ് ഗ്ലാസ് വെച്ച് പോകാനുള്ള അത്രയും ഒരു ഫാഷൻ സെൻസ് എനിക്കില്ല. ഒരു നൈറ്റ് ടൈമിൽ നോക്കുമ്പോൾ ഇത് വെക്കാം. സോ ഇറ്റ്സ് സർജറി ഡേ. 8:30 നമ്മളോട് ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ റെഡിയായി ജസ്റ്റ് ഗോയിങ് ടു ലീവ്. സർജറി ചെയ്ത് കഴിഞ്ഞാൽ 1 വീക്കിലത്തേക്ക് ഐ എം നോട്ട് സപ്പോസ് ടു ടേക്ക് എ ബാത്ത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ വളരെ വിവരിച്ച്, സാധാരണ ഒരു 5 മിനിറ്റ് കുളിച്ചിറങ്ങുന്ന ആളാണ് ഞാൻ. കാരണം എനിക്ക് അധികം നേരം വെറുതെ നിന്ന് കുളിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഇന്നലെ ഞാൻ വളരെ വിവരിച്ചാണ് കുളിച്ച് ഇങ്ങനെ വെള്ളം കണ്ണിലേക്ക് വീഴുന്നതൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ നിന്ന് നല്ലപോലെ മുടിയൊക്കെ ഡ്രൈ ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ കുളിച്ചതാണ്. എനിക്ക് ഒരാഴ്ചത്തേക്ക് എനിക്ക് അങ്ങനെ കുളിക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഐ കാണ്ട് ലൈക്ക് pour water to my eyes for 1 week, which I can't even imagine. അതുകൊണ്ട് ഇന്ന് ഞാൻ പല്ലിച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വാരിയൊക്കെ ഒഴിച്ച് ഇങ്ങനെ സ്ലോ മോഷനിലൊക്കെയാണ് ഞാൻ മുഖമൊക്കെ കഴുകിയത്. സോ എനിക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ മീൻ ഐ എം നോട്ട് വെരി 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 ടെൻസ്ഡ്. കാരണം അങ്ങനെ ഒരു ഫുൾ ബോഡീനെ അനസ്തേഷ്യ തന്ന് നമ്മൾ ഒരുപാട് മണിക്കൂർ സെഡേഷനിൽ കിടക്കുന്ന പോലത്തെ ഒരു സർജറി ഒന്നും അല്ല. എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഇതൊരു 5-10 മിനിറ്റിൻ്റെ പരിപാടിയാണ്. പക്ഷേ ഐ ഡോണ്ട് നോ, എനിക്ക് എക്സൈറ്റ്മെൻറ്റും ഇല്ല. എൻ്റെ ചില ഫ്രണ്ട്സിനൊക്കെ ഇത് ചെയ്യുന്നതിന് മുമ്പ് ദൈവം വെരി എക്സൈറ്റഡ് ഇന്ന് തൊട്ട് കണ്ണാടിയില്ല. എനിക്ക് അതും ഇല്ല. എനിക്കൊരു ടെൻഷനും എനിക്കിങ്ങനെ എന്തോ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കെയർ എടുക്കണം എന്നൊക്കെയുള്ള തോട്ട്സ് മനസ്സിലുണ്ട്. ബട്ട് എനിവേസ് ഇനി അവിടെ എത്തിയിട്ട് കാണാം അല്ലേ. എന്നെ വിളിച്ചു. ഇത് ആൻസൈറ്റിയുടെ ടാബ്ലറ്റാണ്. ആൻസൈറ്റിയുടെ ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞു. ഇനി എന്നെ അകത്തേക്ക് വിളിച്ചു. അപ്പം ഞാൻ ഒറ്റയ്ക്ക് വേണം പോകാൻ. അപ്പം ശരി, എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് വരാം. ബൈ. ടെൻഷനുണ്ടോ? നല്ല ടെൻഷനുണ്ടോ? I'm just wondering like what was wrong in me when I gave birth to a child with less eyesight. എന്ത് പറയാൻ, എനിക്കും ടീച്ചറും നല്ല ഐസൈറ്റ് അല്ല, എൻ്റെ പിള്ളേർക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നമ്മൾ ഫേസ് ചെയ്യാനായിരുന്നു സ്കാൻ. ഓ, എനിക്ക് രോഗം. ഐ എം ജസ്റ്റ് ഔട്ട് ഓഫ് ദ സർജറി, ലൈക്ക് ജസ്റ്റ് ഔട്ട് ഓഫ് ദ സർജറി. അകത്ത് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ബട്ട് ഐ ഡോണ്ട് ഈവൻ നോ ഹൗ ഐ എം ലുക്കിംഗ്, ബട്ട് ഐ ജസ്റ്റ് ഫിനിഷ്ഡ് ഇറ്റ്. എനിക്ക് വിഷൻ ബ്ലറി ആണ്, പക്ഷേ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. കാരണം പണ്ടും കണ്ണാടി വയ്ക്കാതെ എൻ്റെ വിഷൻ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എൻ്റെ പവർ വളരെ കൂടുതലായിരുന്നു അതുകൊണ്ട്. സോ യെസ്, ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഇറ്റ്സ് അബൌട്ട് 1 hour ആഫ്റ്റർ മൈ സർജറി. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് ഒരു മൈൽഡ് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻ ദ സെൻസ് ദാറ്റ് എനിക്ക് കണ്ണധികം തുറന്ന് വെക്കാൻ പറ്റുന്നില്ല. ലൈക്ക് കണ്ണ് തുറക്കുമ്പോൾ ഇങ്ങനെ നീറുന്ന പോലെ തോന്നും. അപ്പം ഞാൻ ഇങ്ങനെ കണ്ണടച്ച് വെച്ചേക്കുകയാണ്. ദാറ്റ്സ് വാട്ട് ഐം ഫീലിംഗ്. ഇനി എന്തൊക്കെയോ ഡ്രോപ്സ് ഒക്കെ ഇടാനുണ്ട്. സോ മേ ബി ആസ് ദ ഡേ പ്രോഗ്രസസ് ആൻഡ് ഐ പുട്ട് മോർ ഡ്രോപ്സ് ഐ ഫീൽ ബെറ്റർ. ബട്ട് ഇപ്പം എനിക്ക് കുറച്ച് എന്തോ പോലെയാണ് തോന്നുന്നത്. ഐ എം നോട്ട് ഏബിൾ ടു കീപ് മൈ ഐസ് ഓപ്പൺ, വിച്ച് ഈസ് പ്രിറ്റി ഇറിറ്റേറ്റിംഗ്. ഞാൻ റൂമെത്തി ആൻഡ് ഐ ടുക്ക് എ ബോഡി വാഷ് ബിക്കോസ് ഓഫ് കോഴ്സ് ഐ ഹാഡ് ടു ഫീൽ വെരി ക്ലീൻ. സോ 4 ഡ്രോപ്സ് ഉണ്ട് ആൻഡ് ഇറ്റ്സ് ക്രേസി. ഒരു ഡ്രോപ്പ് എല്ലാ 1 hour ഇടണം, രണ്ടാമത്തെ ഡ്രോപ്പ് എല്ലാ 2 മണിക്കൂറിൽ വേണം, മൂന്നാമത്തെ ഡ്രോപ്പ് രാവിലെയും രാത്രിയും വേണം, നാലാമത്തെ ഡ്രോപ്പ് എല്ലാ 4 മണിക്കൂറിൽ വേണം. സോ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് എൻ്റെ ഒരു രീതിയിൽ ഒരു ടൈം ടേബിൾ സോ ദറ്റ് ഐ ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. സോ ഫസ്റ്റ് ഡ്രോപ്പ് ഇന്നത്തെ എൻ്റെ ടൈം ഇസ് 11:10 ഞാൻ ആദ്യത്തേത് ഇട്ടത്. സോ ഫസ്റ്റ് ഡ്രോപ്പ് എവറി 1 hour. Second drop every 2 hours. Third drop morning, night. Fourth drop every 4 hours. അത് കഴിഞ്ഞിട്ട് 4, 5, 6, 7, 7, 10 എന്നിട്ട് മേ ബി 11, 10. ഞാൻ ഭയങ്കര ബുദ്ധിമതി ആയതുകൊണ്ടല്ല, എനിക്ക് ഒരുപാട് കാൽക്കുലേഷൻസ് മൈൻഡ് ചെയ്യാൻ കഴിവില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി വെക്കുമ്പോഴത്തേക്കും ഓരോ സമയമാകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ നോക്കാം.
lunch. And so ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് 3-4 ദിവസം ഫോൺ ഉപയോഗിച്ചുകൂടാ, പിന്നെ വർക്കൗട്ട് ഇല്ല, ഇതില്ല. അപ്പൊ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാന എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് പണ്ട് എനിക്ക് കോവിഡ് വന്നപ്പോൾ ഉള്ള പോലെ ഫുഡാണ്. ഞാൻ going to look forward to the times I eat food, and as usual ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് lunch in the whole world order ചെയ്തു, which is rice, dal, chicken 65, curd, pickle and some onions. So ഇനി ഞാൻ സെർവ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഉള്ള എൻ്റെ ഓവർ ആക്ടിങ് കാണിച്ചു തരാം. പിന്നെ എൻ്റെ ഫുഡ് റിയാക്ഷൻസ് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് എൻ്റെ കണ്ണുകൊണ്ടുള്ള റിയാക്ഷൻസ് എന്ന് കാണാൻ കാരണം ഇറ്റ്സ് concealed, but anyways I will try my best. Chicken 65 and rice and dal, I mean like it's just കഴിക്കുന്നതിന് മുമ്പ് തന്നെ I know it's going to be tasty. And this ഉള്ളി with നാരങ്ങ എന്ത് റിയലി ഒരു ബോണ്ടിങ് ഫാക്ടറാണ് ഈ ലഞ്ച്. ഡു യു വാണ്ട് ടു ടേൺ ആൻഡ് ഷോ യുവർ ഫേസ്? വലിയ ബുദ്ധിമുട്ടാവും കയ്യിലെ ഫുഡ്. എൻ്റെ ഫുഡ് കാണിച്ചു തരാം. ഇനി എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, കണ്ണിൽ ഡ്രോപ്സ് ഒഴിക്കുക, ഫുഡ് കഴിക്കുക. സോ ഇപ്പം എനിക്ക് ഇപ്പം നീറ്റലൊന്നുമില്ല. വിഷൻ ബ്ലറി ആണോ എന്ന് ചോദിച്ചാൽ ബ്ലറി ആണ്. മേ ബി ചെറിയൊരു പവർ ഉള്ള ഒരാൾക്കൊക്കെ ഇത് വളരെ ബ്ലറി ആയിട്ട് തോന്നുമായിരിക്കും, പക്ഷേ എൻ്റെ പണ്ടത്തെ കാഴ്ചശക്തി വെച്ച് എനിക്കിത് വളരെ നല്ലതായിട്ടാണ് തോന്നുന്നത്. But they said it'll keep getting better. Let's see. Now I'm very excited about the food and I don't care about anything else. Bye. 3:10 ആണ് ഞാൻ ഇടാൻ പോകുന്നത്. ഞാൻ വളരെ ക്ലാസിക്കലായിട്ടാണ് ഇതിനെ സമീപിക്കുന്നത്. ഹലോ. സർജറി കഴിഞ്ഞു. ഞാൻ ദേ ഇവിടെ കണ്ണാടിയൊക്കെ വെച്ചിരിക്കുക. You can say hi to her vlog. എനിക്ക് വളരെ കൺസേൺ ഉള്ള കൂട്ടുകാരാണ്. എനിക്ക് ഇങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് അവരെ കാണാൻ പറ്റില്ലെങ്കിൽ അവരെന്നെ കാണാൻ വിളിക്കും. So it's 6 hours since my surgery and ഇപ്പോൾ എനിക്ക് കണ്ണിൽ അങ്ങനെ വാട്ടറിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് നല്ല വിഷൻ ഉണ്ട്. ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ്. ഇതിൻ്റെ പോസ്റ്റ് കെയർ എന്ന് പറയുന്നത് ഒരുപാട് സംഭവങ്ങളുണ്ട്. 3 ദിവസത്തേക്ക് നോ സ്ക്രീൻ, നത്തിങ്, നോ ഫോൺ, നോ ലാപ്ടോപ്പ്, നോ TV, നത്തിങ്. അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ എൻ്റെ എല്ലാ പരിചയക്കാർക്കും മെസ്സേജ് അയച്ചൊക്കെ വെച്ചു. അതായത് ഇതൊക്കെയാണ് 3-4 ദിവസത്തേക്ക് ഞാൻ ഈ പരിസരത്തൊന്നും കാണത്തില്ല. ആൻഡ് ഐ യൂസ്ഡ് മൈ ഫോൺ സോ മച്ച് യെസ്റ്റർഡേ ദാറ്റ് എനിക്ക് തന്നെ മടുത്തു. അപ്പോൾ 4 ദിവസത്തേക്ക് ഫോണില്ല. പിന്നെ പോസ്റ്റ് കെയർ ഓഫ് കോഴ്സ് ലൈക്ക് ഐ സെഡ് 1 വീക്ക് തല കുളിക്കാൻ പറ്റില്ല, മുഖം കഴുകാൻ പറ്റില്ല. തല കുളിക്കുന്നതിനൊക്കെ ഞാൻ വീടെത്തി കഴിഞ്ഞിട്ട് ഞാനൊരു ഹാക്ക് കണ്ടുപിടിക്കും, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ 1 മാസത്തേക്ക് ഡ്രൈവ് ചെയ്തുകൂടാ, which is pretty sad. 1 മാസത്തേക്ക് വർക്കൗട്ട് ചെയ്തുകൂടാ, which is pretty sad, but of course if there's a reason for you to not work out, it's interesting, but I should stick to my diet. പിന്നെ ഡയറ്റ് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. മറ്റേ ഫ്ലൈറ്റിൽ പോകുന്ന അതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ എന്താണ്, ഐ മേക്കപ്പ് ഒന്നും ഇട്ടുകൂടാ. പിന്നെ ഒരു 3 മാസത്തേക്ക് ബീച്ച്, സ്വിമ്മിങ് പൂള്, വാട്ടർഫോൾ അതൊന്നും ചെയ്തുകൂടാ. അങ്ങനെ പിന്നെ 1 മാസത്തേക്ക് 2 ദിവസത്തേക്ക് ഉറങ്ങുമ്പോഴും ഇത് വെക്കണം. ഇന്ന് രാത്രിത്തെ ഫുട്ടേജസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ രൺവീർ സിംഗ് ആയിട്ടായിരിക്കും ഇന്ന് രാത്രി ഇരിക്കുന്നത്. പിന്നെ 1 മാസത്തേക്ക് പുറത്ത് എവിടെ പോയാലും ഞാൻ ഇച്ചിരി സ്റ്റൈലിഷ് ആയിരിക്കും, ഇതൊക്കെ വെച്ചായിരിക്കും പോകുന്നത്. നമ്മുടെ തന്നെ ഒരു കെയറിന് 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ വീട്ടിലൊന്നും വെക്കണമെന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കുറച്ചൊരു പോസ്റ്റ് കെയർ. അപ്പം ഇതെല്ലാം ചെയ്യണം നമ്മൾ നല്ല രീതിക്ക്, കാരണം നമ്മുടെ കണ്ണാണ്. അതുകൊണ്ട് നമ്മൾ അത്രയും. പിന്നെ ഈ തന്ന 4 ഡ്രോപ്സ് ഉണ്ട്, അത് ഒരു 6 മാസത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കണം. ഐ എം ലവിങ് ദിസ് രോഗി ഫേസ്. കാരണം എൻ്റെ ഫ്രണ്ട് ശ്രീയന്ത ഇല്ലേ, ശ്രീയന്ത ഓർഡേർഡ് സംതിങ് ഫോർ മീ. സോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം. ചെന്നൈയിൽ there's a restaurant, there's a cute restaurant called Fusilli Reasons. So that was a place we would always go to when we were in college. അവിടെ കിട്ടുന്ന ഒരു സാധനമാണ് ഗാർലിക് ബ്രെഡ് വിത്ത് ബീട്രൂട്ട് മേയോ. ദിസ് ഇസ് ഗാർലിക് ബ്രെഡ് and this is like beetroot mayonnaise. So you can just like dip it and eat it. Yum. Surprise ആയിട്ട് ഡി ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഷീ ഓർഡേർഡ്. ഒരു പ്രസവമൊക്കെ കഴിയുമ്പോൾ എന്തായിരിക്കും അല്ലേ. ഗൈസ് സെലിബ്രിറ്റി സ്പോട്ടഡ്. ചന്ദമാമ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതിൽ ചത്ത് കിടക്കുന്ന ജഗതിയുടെ ഡാൻസ്
Dance. എൻ്റെ ഹോം നേഴ്സായി വന്ന റിയ നജാമിനോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അത്രയും we spoke because there was no phone. പണ്ട് അങ്ങനെയല്ലേ, പണ്ട് അമ്മയെ സുലുവാൻ നിങ്ങളുടെ നിങ്ങൾ അങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു കരുണാനിധി ഇടയ്ക്ക് സർജറി ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വേണ്ടപ്പെട്ടവരെല്ലാം വന്നിങ്ങനെ ഇരിക്കും, എല്ലാവർക്കും സംസാരിക്കാം. More than 12 hours after my surgery, and ഇപ്പം എനിക്ക് എന്താണ് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ my vision has become pretty good. 100% പെർഫെക്റ്റ് ആയിട്ടില്ല, എനിക്ക് എന്തൊക്കെയോ ചെറിയൊരു ഇതുണ്ട്, പക്ഷെ എന്നാലും എൻ്റെ ഒറിജിനൽ വിഷൻ വെച്ച് ഇറ്റ്സ് ബിക്കം മച്ച് മോർ ക്ലിയർ. ബട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് നാളത്തേക്കൊക്കെ ആയിരിക്കും നല്ല 100% പെർഫെക്റ്റ് വിഷൻ ആവുന്നത്. പിന്നെ ഐ എം ഡൺ വിത്ത് ഓൾ മൈ ഐ ഡ്രോപ്സ് ആൻഡ് മെഡിസിൻസ് ഫോർ ദ ഡേ. ഐ ഡോണ്ട് ഈവൻ നോ ഹൗ മെനി ടൈംസ് ഐ പുട്ട് ഐ ഡ്രോപ്സ്. പക്ഷേ ഐ ഡ്രോപ്പ് ഇടുമ്പോൾ നല്ല സുഖമാണ്. കാരണം രാവിലത്തെ പെയിൻ കില്ലറിൻ്റെ എഫക്റ്റ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് നേരം മുമ്പ് ഒരു പെയിൻ കില്ലർ കഴിച്ചു. അത് കഴിക്കുന്നതിനൊക്കെ മുമ്പ് എനിക്ക് എന്തോ ഒരു സെൻസേഷൻ കണ്ണിൽ തോന്നുന്നുണ്ടായിരുന്നു. ലൈക്ക് നോട്ട് ലൈക്ക് എ പെയിൻ ബട്ട് ലൈക്ക് എന്തോ ഒരു ഡിസ്കംഫർട്ട്. സോ ഞാൻ പെയിൻ കില്ലർ കഴിച്ചപ്പോൾ ഇപ്പോൾ ഐ ഫീൽ ബെറ്റർ. സോ ഐ തിങ്ക് ഇന്നൊരു ഇത്രയും കലാപരിപാടി നടന്നതാണല്ലോ. സോ ഐ ഗെസ് അതിൻ്റെ ഒരു ഇത് 1-2 ദിവസം എടുക്കുമായിരിക്കും അത് മാറാൻ. സോ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഫാഷനബിളായിട്ട് ഞാൻ ഉറങ്ങാൻ പോകുന്ന ഒരു രാത്രിയാണ് ഇന്ന്. I'm supposed to like go to sleep with these glasses on, but thankfully these glasses are very comfortable, so I'm pretty comfortable to go to sleep like this. So yeah, I will see you tomorrow morning with hopefully great vision. Let's see. Bye, good night. ഞാൻ അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കവേ അന്ന് രാവിലെ സംഭവിച്ച സർജറി എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആൻഡ് വൈ ഐ എം സോ എക്സൈറ്റഡ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് ഇസ് ബിക്കോസ് ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ സർജറി. യു മൈറ്റ് probably think I'm a psycho for calling an eye surgery beautiful. പക്ഷെ ശരിക്കും നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ മയങ്ങിയൊന്നും അല്ല കിടക്കുന്നത്, കണ്ണിൽ മാത്രമാണ് അനസ്തെറ്റിക് ഡ്രോപ്സ് ഇടുന്നത്. സോ യു ആർ കംപ്ലീറ്റ്ലി അവെയർ ഓഫ് എവറിഥിങ് ദാറ്റ്സ് ഹാപ്പനിങ് ഇൻ ബോത്ത് യുവർ ഐസ്. ആൻഡ് ആ പ്രോസസ്സ് ഫുള്ളായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ സർജറി ചെയ്തത്. സോ ഐ ലിറ്ററലി ന്യൂ ഇപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്, ഇപ്പോൾ അതാണ് സംഭവിക്കുന്നത്. ഈ അതും ഇതും സംഭവിച്ച് കഴിയുമ്പോഴാണല്ലോ നമുക്ക് ഈ ബ്ലറി വിഷനിൽ നിന്ന് 100% എന്താണ് 4K അൾട്രാ HD വിഷൻ കിട്ടുന്നത് എന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഇറ്റ്സ് നത്തിങ് ഷോർട്ട് ഓഫ് സർറിയൽ, വിച്ച് ഇസ് വൈ ഐ കോൾ ദിസ് സർജറി ബ്യൂട്ടിഫുൾ. സോ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കണ്ണിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മയോപ്പിയ അഥവാ ഷോർട്ട് സൈറ്റഡ്നെസ് ആയിരുന്നു. അതായത് നമുക്ക് അടുത്തുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും, ദൂരെയുള്ളത് ബ്ലറി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ പ്രശ്നം എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ യോ ഐസ് അല്ലെങ്കിൽ യോ കണ്ണിൻ്റെ ഷേപ്പിനൊരു പ്രശ്നമുണ്ട്. അത് ഫ്രണ്ടിൽ നിന്ന് അല്ലെങ്കിൽ വിസിബിളി അല്ല, ഉള്ളിൽ. നോർമൽ വിഷൻ ഉള്ള ഒരാൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ലൈറ്റ് റേസ് അവരുടെ കോർണിയയിലൂടെ പാസ് ചെയ്ത് അവരുടെ കണ്ണിനുള്ളിലെ ലെൻസിലൂടെ പാസ് ചെയ്ത് ഇറ്റ് ഗോസ് ആൻഡ് ഇറ്റ് ഫോൾസ് ഓൺ ദ റെറ്റിന. വെൻ ഇറ്റ് പെർഫെക്റ്റ്ലി ഫോൾസ് ഓൺ ദ റെറ്റിന ആണ് നമുക്ക് നല്ലൊരു ക്ലിയർ വിഷൻ ഓഫ് തിങ്സ് കിട്ടുന്നത്. അതേസമയം ഷോർട്ട് സൈറ്റഡ്നെസ് ഉള്ള ഒരാൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈറ്റ് റേസ് കറക്റ്റായിട്ട് പോയി റെറ്റിനയിൽ വീഴുന്നതിന് പകരം റെറ്റിനയുടെ ഫ്രണ്ടിലാണ് വീഴുന്നത്. അപ്പോൾ റെറ്റിനയിൽ വീണ് പെർഫെക്റ്റ് ആയിട്ട് ഫോക്കസ് ആവാത്തത് കൊണ്ടാണ് നമുക്ക് ഇമേജസ് ബ്ലറി ആയിട്ട് ഇരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ദ ഷേപ്പ് ഓഫ് യുവർ കോർണിയ. ഒരു നോർമൽ വിഷൻ ഉള്ള ആളുടെ കോർണിയയുടെ ഷേപ്പിനെക്കാട്ടിലും ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷേപ്പ് ഉള്ളപ്പോഴാണ് ഈ റെറ്റിനയിൽ പോയി വീഴാതെ ലൈറ്റ് റേസ് അതിൻ്റെ ഫ്രണ്ടിൽ വീഴുന്നത്. പിന്നെ ഒരു സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഇസ് വെൻ യുവർ ഐബോൾ ഗ്രോസ് എ ബിറ്റ് ടു ലോങ് ദാൻ ദാറ്റ് ഓഫ് എ നോർമൽ പേഴ്സൺ. അതുകൊണ്ടാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണേണ്ട വസ്തുക്കൾ ബ്ലറി ആയിട്ട് ഇരിക്കുന്നത്. അപ്പം സിൻസ് ഇറ്റ്സ് നോട്ട് റിഫ്രാക്റ്റിംഗ് പ്രോപ്പർലി, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദർ ഇസ് എ റിഫ്രാക്റ്റീവ് എറർ.
ആൻഡ് ഈ റിഫ്രാക്റ്റീവ് എറർ ഉള്ളപ്പം നമ്മൾ അതിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി ലേസർ ഉപയോഗിച്ച് ചെയ്യുന്ന ഈ സർജറിക്കാണ് നമ്മൾ റിഫ്രാക്റ്റീവ് സർജറീസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ റിഫ്രാക്റ്റീവ് സർജറീസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലേസർ ഉപയോഗിച്ച് യുവർ കോർണിയ ഇസ് റീഷേപ്ഡ്. അവിടെ എന്താണോ ഷേപ്പിന് പ്രശ്നമുള്ളത് ആ ഷേപ്പിനെ ശരിയാക്കി കുഴപ്പമില്ലാത്ത ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ വിഷൻ പെർഫെക്റ്റ് ആവും. റിഫ്രാക്റ്റീവ് സർജറീസിൽ തന്നെ 3 തരം റിഫ്രാക്റ്റീവ് സർജറീസ് ആണ് ഉള്ളത്. ആദ്യത്തേത് ഏറ്റവും കൂടുതൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള സർജറിയാണ് ലാസിക്. ലാസിക്കിൽ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇത് പറയുന്നത്, കാരണം എനിക്ക് സിമ്പിളായിട്ട് പറയാനേ അറിയത്തുള്ളൂ. ഞാനൊരു ഡോക്ടറൊന്നുമല്ല. ബട്ട് ഓഫ് കോഴ്സ് കഴിഞ്ഞ ഒരു 2 മാസത്തിൽ ഐ ഹവ് റെഡ് എ ലോട്ട് അബൌട്ട് ഓൾ ഓഫ് ദീസ്. അപ്പം ഞാൻ എൻ്റെ ഒരു സിമ്പിൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത്. ലാസിക്കിൽ ലേസർ ഉപയോഗിച്ച് ഒരു ഫ്ലാപ്പ് നമ്മുടെ കോർണിയയിൽ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഫ്ലാപ്പിനെ ഓപ്പൺ അപ്പ് ചെയ്തിട്ടാണ് ഒരു ലേസർ പാസ് ചെയ്ത് നമ്മുടെ കോർണിയനെ റീഷേപ്പ് ചെയ്യും. അതിന് എന്ത് ഷേപ്പ് പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത് ആ പ്രശ്നം അങ്ങ് നികത്തി ഇറ്റ് ഫ്ലാറ്റൻസ് ഔട്ട് ആൻഡ് റീഷേപ്സ് ദ കോർണിയ. ആൻഡ് ഈ ഫ്ലാപ്പ് ഓട്ടോമാറ്റിക്കലി തന്നെ അങ്ങ് ഹീലായിക്കോളും. ഇനി കമ്മിങ് ടു PRK. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഡോക്ടർ നമ്മുടെ കോർണിയയുടെ ഔട്ടർ ലെയർ ഓഫ് സെൽസ് വിച്ച് ഇസ് കോൾഡ് ദി എപ്പിത്തീലിയം ഇതിനെ ഒരു ലേസർ ഉപയോഗിച്ച് റിമൂവ് ചെയ്യും. എ വെരി 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 തിൻ ലെയർ. അത് ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് പതിവ് പോലെ ലേസർ ഉപയോഗിച്ച് നമ്മുടെ കോർണിയനെ റീഷേപ്പ് ചെയ്യും. thereby, like I said earlier, fixing the shape issue of the cornea and fixing our vision. എന്നിട്ട് അതിനുശേഷം ഈ ഒരു ലെയർ റിമൂവ് ചെയ്തതുകൊണ്ട് നമ്മുടെ കണ്ണ് ഹീലാവാൻ വേണ്ടിയിട്ട് ഒരു ബാൻഡേജ് കോൺടാക്ട് ലെൻസ് പ്ലേസ് ചെയ്യും വിച്ച് വിൽ ഹെൽപ്പ് us ഹീൽ. ആൻഡ് അതൊരു 4-5 ദിവസം കഴിയുമ്പം ഡോക്ടർ തന്നെ റിമൂവ് ചെയ്ത് കളയും. ആൻഡ് ബൈ ദെൻ യുവർ ഐ വുഡ് ഹവ് ഹീൽഡ്. ഇവിടെ ഈ ഫ്ലാപ്പ് ബിസിനസ് ഇല്ലാത്തത് കൊണ്ടാണ് കോർണിയ തിക്നെസ് ഇച്ചിരി കുറവാണെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. പക്ഷേ ഈ 2 എണ്ണത്തിലും ലേസർ ബീമാണ് നമ്മുടെ റീഷേപ്പിംഗ് നടത്തുന്നത്. സോ ദാറ്റ് വാസ് PRK. ആൻഡ് ഫൈനലി സ്മൈൽ. സ്മൈലിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്മോൾ ഇൻസിഷൻ ലെൻറ്റിക്യൂൾ എക്സ്ട്രാക്ഷൻ. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ലേസർ ബീം നമ്മുടെ കോർണിയനെ ഡിഫറെൻറ്റ് ലെയേഴ്സായിട്ട് സെപ്പറേറ്റ് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മുടെ പവറിനനുസരിച്ച് എത്രത്തോളം ലെൻറ്റിക്യൂളാണോ എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് അതും ഈ ലേസർ കട്ട് ചെയ്യും. അലോങ് വിത്ത് ഇറ്റ് ഓൾസോ മേക്സ് ദ 2 millimeter ഇൻസിഷൻ. കാരണം ഈ ഇൻസിഷനിലൂടെയാണല്ലോ ആ ലെൻറ്റിക്യൂളിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടത്. ആ ലേസർ എന്നിട്ട് തിരിച്ചു പോയി കഴിയുമ്പോഴത്തേക്കും ദ ഡോക്ടർ കെയർഫുള്ളി ടേക്സ് ഔട്ട് ദ ലെൻറ്റിക്യൂൾ. And this is what reshapes our cornea, unlike LASIK and PRK. ആ 2 എണ്ണത്തിലും ലേസറാണ് റീഷേപ്പിംഗ് നടത്തുന്നത്. എന്നാൽ ഇവിടെ ആ ഒരു ലെൻറ്റിക്യൂൾ അല്ലെങ്കിൽ ആ ചെറിയ ടിഷ്യൂവിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ് റീഷേപ്പിംഗ് നടത്തുന്നത്. ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ദ സർജറി ഈസ് ഓവർ. എന്നിട്ട് പിന്നെ എനിക്കെല്ലാം കൃത്യമായി കാണാൻ പറ്റും. അപ്പോൾ അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറിയപ്പോൾ തന്നെ അവർ എൻ്റെ കണ്ണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിറൈൽ ഐ ഡ്രോപ്സ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഐ എൻറ്റേർഡ് ഇൻ ടു ദ സ്മൈൽ പ്രൊസീജിയർ റൂം. എന്നിട്ട് അവിടുത്തെ ആ ബെഡിലേക്ക് ഞാൻ കിടന്നു. ആൻഡ് ദെൻ ഇറ്റ്സ് ടൈം ഫോർ ദ സർജറി. ലേസർ മെഷീൻ ഇങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ മേളിൽ വന്ന് നിൽക്കും. ആൻഡ് ദിസ് വൈറ്റ് ലൈറ്റ് സ്വിച്ചസ് ഓൺ. എന്നിട്ട് നമ്മളോട് ഈ വൈറ്റ് ലൈറ്റിലോട്ട് തന്നെ നോക്കിക്കൊണ്ട് കിടക്കാൻ പറയും ഫോർ 30 seconds. ഈ വൈറ്റ് ലൈറ്റ് അങ്ങനെ താഴേക്ക് വന്ന് നമ്മുടെ കണ്ണിൽ ടച്ച് ചെയ്യും. ആൻഡ് ഈ സമയത്താണ് ലേസർ നമ്മുടെ കോർണിയനെ ഡിഫറെൻറ്റ് ലെയേഴ്സായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്യേണ്ട ലെൻറ്റിക്യൂളിനെയും കട്ട് ചെയ്യുന്നതും ആ ഒരു 2 millimeter ഇൻസിഷനും ഉണ്ടാക്കുന്നത്. അപ്പോൾ 30 seconds കൊണ്ട് ഈ ജോലി മൊത്തം ചെയ്ത് തീർത്തിട്ട് ദ ലേസർ സ്ലോലി റിട്രാക്ട്സ് ആൻഡ് നമ്മുടെ കണ്ണിൽ നിന്ന് മേളിലേക്ക് പതുക്കെ അങ്ങ് മാറിക്കളയും. അതിനുശേഷം ഡോക്ടറിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് ആ ലെൻറ്റിക്യൂളിനെ നമ്മുടെ കണ്ണിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ആൻഡ് എൻ്റെ കണ്ണിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ലെൻറ്റിക്യൂളാണ് ഇത്. സർജറി എനിക്ക് വേദനിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ വേദനിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. ശരിക്കും വേദനയിലുപരി ഇറ്റ്സ് ജസ്റ്റ് എ ബിറ്റ് ഓഫ് കറേജ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ടാണ് അവിടെ കിടക്കുന്നത്. അപ്പം ഈ 30 സെക്കൻഡിൻ്റെ ലേസറൊന്നും നമുക്ക് വേദനിക്കത്തൊന്നുമില്ല. കാരണം അവർ കംപ്ലീറ്റ്ലി അനസ്തെറ്റിക് ഡ്രോപ്സ് ഇട്ടുകൊണ്ടിരിക്കും. യു ജസ്റ്റ് ഫീൽ സംതിങ് ഇൻ ദി ഐ. അതിനെ ഒരു വേദന എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ആൻഡ് ആ 30 സെക്കൻഡ് ആദ്യം സംഭവിക്കുന്ന, അതായത് ആ ഒരു ലേയേഴ്സ് സെപ്പറേറ്റ് ചെയ്യുന്ന
ലേസറിൻ്റെ കലാപരിപാടി സത്യം പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് ഓൺലി 30 seconds ആൻഡ് ഒരു 15 സെക്കൻഡ് തീർന്നതുപോലെ തോന്നുകയും ചെയ്യും. യു ജസ്റ്റ് ഫീൽ സംതിങ്, അല്ലാതെ അതൊരു വേദന എന്ന് പറയാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഇസ് 30 seconds. അതിനുശേഷം ഡോക്ടർ ഈ ലെയേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് പുറത്തെടുക്കുന്ന ആക്ടിവിറ്റി ടേക്സ് അബൌട്ട് എ മിനിറ്റ്. എൻ്റെ റൈറ്റ് ഐയിൽ 1 മിനിറ്റേ എടുത്തുള്ളൂ, എൻ്റെ ലെഫ്റ്റ് ഐയിലായിരുന്നു എനിക്ക് പവർ കൂടുതൽ. സോ മോർ ടിഷ്യൂ ഹാഡ് ടു ബി ടേക്കൺ ഔട്ട് ഫ്രം ഇറ്റ്. അതുകൊണ്ട് അവിടെ 1.5 മിനിറ്റ് എടുത്തു. സോ 2 minutes + 1.5 minutes, 3.5 മിനിറ്റിൽ സത്യം പറഞ്ഞാൽ കലാപരിപാടി കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞതുപോലെ 30 സെക്കൻഡ് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഡോക്ടർ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതും വേദന എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഓഫ് കോഴ്സ് നമ്മുടെ കണ്ണിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ മറ്റേ ഇൻസ്ട്രുമെൻറ്റ്സ് പോകുന്നത് കാണുമ്പോൾ നമുക്ക് ഇച്ചിരി ഒരു സ്ട്രെസ്സാവും. പിന്നെ എന്തോ ഒരു പ്രഷർ ഫീൽ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു പിയേഴ്സിങ്, പ്രിക്കിംഗ് പെയിൻ അങ്ങനെയൊന്നുമില്ല. യു ജസ്റ്റ് ഫീൽ സം കൈൻഡ് ഓഫ് എ പ്രഷർ. അപ്പം അവർ പറയും എന്തെങ്കിലും സഹിക്കാൻ പറ്റാത്തതായിട്ട് തോന്നുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ ഡ്രോപ്സ് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് റൈറ്റ് ഐയിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന പോലെ തന്നെയായിരുന്നു, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഡ്രോപ്സ് ഇടാനൊന്നും പറഞ്ഞില്ല. ലെഫ്റ്റ് ഐയിൽ ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് ഇച്ചിരി പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കെൻ യു പുട്ട് ദ ഡ്രോപ്സ് എന്ന് പറഞ്ഞപ്പോൾ അവർ ഡ്രോപ്സ് ഇട്ടുകൊണ്ടിരുന്നു. ഒരിക്കലും ഒരു നൈറ്റ് മെയർ ആയിരുന്നു അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്തൊരു പരിപാടിയായിരുന്നു എന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നൊരു പരിപാടി തന്നെയായിരുന്നു. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് 3.5 minutes. ആൻഡ് ആദ്യം 30 സെക്കൻഡ് ആക്ടിവിറ്റി നടക്കുമ്പോൾ മാത്രമാണ് നമ്മളോട് അനങ്ങാതെ മിണ്ടാതെ ഒരു പോയിന്റിൽ തന്നെ നോക്കി കിടക്കണമെന്ന് പറയുന്നത്. കാരണം നമ്മൾ കണ്ണ് ഇങ്ങനെ എങ്ങാനും ആക്കിയാൽ ലേസർ റോങ് ആയിട്ടായിരിക്കും അടിക്കുന്നത്. വേറൊന്നും പ്രശ്നമൊന്നും പറ്റത്തില്ല. പിന്നെ 3 മാസം കഴിഞ്ഞ് നമുക്ക് സർജറി പിന്നെ ഒന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അപ്പം മാത്രമേ അനങ്ങാതെ കിടക്കാൻ പറയത്തുള്ളൂ. പിന്നെ ഈ ഡോക്ടറിൻ്റെ ആക്ടിവിറ്റി നടക്കുമ്പോഴത്തേക്കും ഒക്കെ നമുക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യാം. ഡോക്ടർ കീപ്സ് ടോക്കിംഗ് ടു us, ഐ കീപ് ടോക്കിംഗ് ടു ദ ഡോക്ടർ. അങ്ങനെ സംസാരിച്ചിരിക്കുക. അപ്പോൾ പരിപാടി അങ്ങ് പെട്ടെന്ന് അങ്ങ് കഴിയുന്നത് പോലെ തോന്നും. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ബ്ലിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ മറ്റേ ക്ലിപ്പ് പോലത്തെ സാധനം വെക്കും. അപ്പോൾ ഈ സർജറി ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അത് ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ ദൈവമേ, ഇങ്ങനെ കണ്ണിലൊരു ക്ലിപ്പ് കുത്തി വെച്ചാൽ എങ്ങനെയായിരിക്കുന്നതൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ അതൊന്നും വലിയ മാറ്റർ ആയിട്ടുള്ളൊരു പരിപാടിയല്ല. ഇറ്റ്സ് വെരി മച്ച് ഓക്കെ. സത്യം പറഞ്ഞാൽ അങ്ങനെ വെക്കുമ്പോൾ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ബ്ലിങ്ക് ചെയ്യാനുള്ള ടെൻഡൻസി തോന്നുമല്ലോ. ഇതിപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ബ്ലിങ്ക് ചെയ്യാൻ തോന്നത്ത് പോലുമില്ല. ഞാൻ ചെന്നൈ അഗർവാലിലാണ് സർജറി ചെയ്തത്. എനിക്ക് സർജറി കോസ്റ്റ് ആയത് അബൌട്ട് 1.3 lakhs ആണ്. മേ ബി ഡിഫറെൻറ്റ് ഹോസ്പിറ്റൽ ഒക്കെ വരുമ്പോഴത്തേക്കും ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമായിരിക്കും. ബട്ട് ഓൺ ആൻ ആവറേജ് സ്മൈൽ സർജറിക്ക് എനിക്കായത് വാസ് 1.3 lakhs. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇവിടെ ഇരുന്ന് ഇങ്ങനെ സർജറിയുടെ കഥ കേട്ടോണ്ടിരുന്നാൽ മതിയോ? അടുത്ത ദിവസം രാവിലെ എണീറ്റപ്പോൾ എന്തായിരുന്നു അവസ്ഥ എന്നൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. ഗുഡ് മോർണിംഗ്. സോ ഞാൻ രാവിലെ എണീറ്റു. എന്നിട്ട് ഞാൻ ഗ്ലാസ് വെച്ച് തന്നെയാണ് ബ്രഷ് ചെയ്തത്. ബിക്കോസ് ഈവൻ ബൈ മിസ്റ്റേക്ക് ഐ ഡിഡ്ന്റ് വാണ്ട് എനി വാട്ടർ ടു ഫോളോ ഓൺ ഇറ്റ്. നമുക്കൊരു നാച്ചുറൽ ഇതുണ്ടല്ലോ ഇങ്ങനെ മുഖത്തേക്ക് വെള്ളം ഒഴിക്കാൻ. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഗ്ലാസ് വെച്ച് തന്നെ ബ്രഷൊക്കെ ചെയ്തിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഒരു വെറ്റ് വൈപ്സ് തന്നു. അപ്പോൾ അത് വെച്ച് വേണം എനിക്ക് എൻ്റെ കണ്ണിന് ചുറ്റും ഫേസ് ഒക്കെ കഴുകാൻ. സോ ഐ ഫീൽ ഫ്രഷ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ എനിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് വയ്യായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ ചെക്കപ്പ് ഉണ്ടായിരുന്നു. ദേ ചെക്ക്ഡ് മൈ പവർ, മൈ ഐ പ്രഷർ ആൻഡ് എവറിത്തിങ്. അത് കഴിഞ്ഞിട്ട് ഒരു ഭയങ്കര ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. It was a lovely feeling. So ippam it's a little more than 24 hours since my surgery and my vision is really good, I have to say. ഞാൻ താമസിക്കുന്ന ഈ ഹോട്ടലിൻ്റെ നേരെ അവിടെ ഒരു അപ്പോളോയുടെ ഹോസ്പിറ്റലുണ്ട്. സോ അവിടെ ഒരു കുഞ്ഞു ബോർഡ് കാണുന്നുണ്ടോ? അതിൽ എഴുതിയിരിക്കുന്നത് അപ്പോളോ സ്പെക്ട്ര എമർജൻസി എന്നാണ്. ആൻഡ് ഐ ക്യാൻ ആക്ച്വലി റീഡ് ഇറ്റ്. പണ്ടാണെങ്കിൽ എനിക്ക് അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ടെന്ന് പോലും എനിക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നേനെ. സോ ഐ തിങ്ക് ഒരുവിധം നല്ല രീതിയിൽ വിഷൻ ബെറ്ററായി. ബട്ട് ദേ സെഡ് ഇനിയുള്ളൊരു 10 ദിവസത്തിലൊക്കെ പോകെ ഇന്നലത്തെക്കാൾ ഇന്നത്തെക്കാൾ നാളെ എന്നും പറഞ്ഞിങ്ങനെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. സോ ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് ട്രാൻഡത്ത് പോവാണ്. ട്രാവൽ റെസ്ട്രിക്ഷൻസ് അങ്ങനെയൊന്നുമില്ല. ഇനി ഐ സീ യു ഫ്രം ഹോം ആൻഡ് ഐ കീപ് യു പോസ്റ്റഡ്. 3 days since the surgery, and ഞാൻ ഇവിടെ ഇങ്ങനെ എൻ്റെ റൂമിലിരിക്കുമ്പോൾ there is this clock over there and I can very clearly read the time. It's 11 o'clock. Also, as you can see, my eyes are really swollen. കാരണം ഒരുപാട് ഡ്രോപ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. 4 ഡ്രോപ്സ് മാറി in different combinations ഇട്ടുകൊണ്ടിരിക്കുകയാണ്. So I think all the drops, it's just there, which is why my eyes look really swollen. But it's okay.
I have good vision. ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിരിക്കുന്നത് വെളിയിലൊന്നും പോകാനല്ല, ചുമ്മാ ബോറടിച്ചിരുന്നപ്പോൾ ഇട്ടുവെന്നേ ഉള്ളൂ. സോ ഞാൻ പറഞ്ഞില്ലേ, ശ്രീദേവി എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഈ സർജറി ചെയ്തിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞിട്ടോ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് മരുന്ന് കുപ്പി, ചെറിയ മരുന്ന് കുപ്പിയിൽ എഴുതിയിരിക്കുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇന്ന് എൻ്റെ സർജറി കഴിഞ്ഞിട്ട് 4 ദിവസമേ ആയിട്ടുള്ളൂ. സോ ഐം ജസ്റ്റ് ട്രൈയിങ്. കാരണം ഇനിയുള്ള 10 ദിവസങ്ങളിൽ ഇറ്റ് സീംസ് ആ വിഷൻ കീപ്സ് ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ ആൻഡ് ബെറ്റർ. സോ ഐം ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദിസ് ഡ്രോപ്സ്. ഓക്കെ, ഇതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് ഫോർ എക്സ്റ്റേണൽ യൂസ് ഓൺലി, നോട്ട് ഫോർ ഇഞ്ചെക്ഷൻ. ആ സാധനം എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ ഇപ്പുറത്തെ ഇതിൽ ഇച്ചിരിയും കൂടി ചെറുതായിട്ടുള്ളത് എന്തോ എഴുതിയിട്ടുണ്ട്. അത് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. മേളിൽ കോമ്പോസിഷൻ ഈച്ച് ml കണ്ടെയ്ൻസ് അങ്ങനെ എന്താണ്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, കീപ് ദ മെഡിസിൻ ഔട്ട് ഓഫ് റീച്ച് ഓഫ് ചിൽഡ്രൻ. യൂസ് ദ സൊല്യൂഷൻ വിത്തിൻ 1 month ആഫ്റ്റർ ഓപ്പണിംഗ് ദ കണ്ടെയ്നർ. ഓക്കെ, പക്ഷേ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടിയാണ് വായിച്ചത്. സോ ലെറ്റ്സ് സീ ഇഫ് ഇൻ ദ കമ്മിങ് ഡേയ്സ് ഇറ്റ് ബിക്കംസ് ബെറ്റർ. ഇഫ് ഇറ്റ് ഡസ് ഐ കീപ് യു പോസ്റ്റഡ്. So it's been 5 days since my surgery and hence 6 days since I last took a hair wash, and my hair had become a royal disaster. ലിറ്ററലി ഒരു സ്പ്രേ ഒക്കെ അടിച്ചു വെച്ച പോലെ, ഇങ്ങോട്ട് വെച്ചാൽ ഇവിടെ ഇരിക്കും, അങ്ങോട്ട് വെച്ചാൽ അവിടെ ഇരിക്കും, അങ്ങനെ ഒരു സ്റ്റിക്കി ഡേർട്ടി ഫീലിംഗ് ആയിരുന്നു. 2 ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ ഐ കുഡ് ഹാവ് ടേക്കൺ ഹെയർ വാഷ് മൈ സെൽഫ്. പക്ഷേ ഐ റിയലി കുഡൻറ്റ് വെയിറ്റ്. ഐ വാസ് ഫീലിംഗ് വെരി ഡേർട്ടി ദാറ്റ് ഐ തോട്ട് ഒരു സലോണിൽ പോയി ഐ വിൽ വാഷ് മൈ ഹെയർ അലോൺ ടുഡേ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇതാണ് സിറ്റുവേഷൻ, അപ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. സോ വി കെപ്റ്റ് ലൈക്ക് ദിസ് തിക്ക് ടവൽ ഹിയർ സെപ്പറേറ്റിംഗ് മൈ ഹെയർ ഫ്രം മൈ ഫേസ് സോ ദറ്റ് ഇങ്ങോട്ട് വെള്ളം വരത്തില്ല. പിന്നെ ഞാൻ കണ്ണൊക്കെ അടച്ച് കെയർഫുൾ ആയിട്ടിരുന്ന് അവരോട് പതുക്കെ വാഷ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഐ വാഷ്ഡ് മൈ ഹെയർ ആൻഡ് ഓ മൈ ഗോഡ്, ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഹെവൻ. വാഷ് ചെയ്തൊരു പോയിന്റിൽ സുനിൽ ഗേവ് മീ ദിസ് നൈസ് മസാജ് ആൻഡ് ഓ മൈ ഗോഡ്, നനഞ്ഞ സ്കാൽപ്പിൽ അങ്ങനെ ആരെങ്കിലും മസാജ് ചെയ്യുമ്പോൾ ഓ മൈ ഗോഡ്, ഐ വാസ് ഇൻ ഹെവൻ. ഐ വാസ് ഇൻ ആബ്സല്യൂട്ട് ഹെവൻ. ഞാൻ പറഞ്ഞു അവരോട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രൈ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് തുടച്ച് മാത്രം തന്നാൽ മതി. ബിക്കോസ് ഫോർ ആസ് ലോങ് ആസ് ദ നനവ് ക്യാൻ സ്റ്റേ ഇൻ മൈ ഹെയർ, ഐ വോണ്ടഡ് ടു സ്റ്റേ. ഇറ്റ് ഫീൽസ് സോ നൈസ് ടു ഹാവ് വെറ്റ് ക്ലീൻ ഹെയർ. സച്ച് എ ലവ്ലി ഫീലിംഗ്. I really appreciate it. So, vision update. എനിക്കെല്ലാം ക്ലിയറായി കാണാം. ഇന്നലെയൊക്കെ എനിക്ക് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് എന്തോ ഒരു മൂടൽ പോലെ ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഐ ആസ്ക്ഡ് മൈ ഡോക്ടർ ആൻഡ് ഡോക്ടർ സെഡ് സീ ഇറ്റ്സ് ജസ്റ്റ് ബിൻ 5 days സിൻസ് ദ സർജറി. 1 month ആണല്ലോ നമ്മൾ ഈ ഡ്രോപ്സ് ഒക്കെ ഇട്ട് ഫുൾ കെയർ ചെയ്യുന്നത്. ഈ 1 month കഴിയുമ്പോഴാണ് നമ്മുടെ വിഷൻ apparently reaches its ഒരു ബെസ്റ്റ് പോയിന്റ് for most people. So he said take it slow, don't think too much. I of course think a lot. So yeah, my vision is good, but yeah, ചില സമയങ്ങളിൽ എനിക്ക് കുഞ്ഞു കാര്യങ്ങളും വായിക്കാം, പക്ഷെ ചില കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് എന്തോ പോലെ ഇങ്ങനെ തോന്നും, പിന്നെ വീണ്ടും ശരിയാവും. So I guess it's a matter of time and I have to wait. Today is 1 week since my surgery. ഇന്നൊരു സാറ്റർഡേ ആണ്. കഴിഞ്ഞ സാറ്റർഡേ ആയിരുന്നു എൻ്റെ സർജറി. I think yeah, it's 10 o'clock now. Last week exactly at this time I was in the operation theatre getting my surgery done. 1 week വിചാരിച്ചതിനേക്കാളും പെട്ടെന്ന് പോയി. ഇന്ന് എനിക്ക് അഗർവാലിൽ എൻ്റെ ചെക്കപ്പ് ഉണ്ട്. ഇത് ട്രിവാൻഡ്രത്തെ അഗർവാലിലാണ് ചെക്കപ്പ്. The main reason why I chose to go to Agarwal was, apart from the fact that I knew the doctor there, was the fact that even though I had to do the surgery in Chennai, ചെക്കപ്പിനും കാര്യങ്ങൾക്കും എല്ലാം എനിക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ പോകാൻ പറ്റും, എൻ്റെ വീട്ടിൻ്റെ അടുത്താണ്. So I had my checkup today. We check like the cornea. Yeah. So basically we are looking at how it is. Everything's fine. No problem. So both eyes you're reading well without any correction. You're reading the last line. Right eye better than your left eye because a power differential athre. Does everybody have a dominant eye? Yeah. One eye is always better. In your case especially so because your powers are very different. Yeah. Right? So considering that the results are very good, but it's still a week. It will evolve further. Don't worry, everything's fine. Put the drops as advised. I'll lubricant regularite at all. Okay, doctor. Good. I'll keep you Very posted. happy. Yeah. Thankfully, checkup കഴിഞ്ഞപ്പം
as you heard, doctor said everything is fine and everything looks great. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, അതായത് കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് ഞാൻ പ്രൈമറിലി വീട്ടിൽ തന്നെയായിരുന്നല്ലോ. അപ്പോൾ എനിക്കെല്ലാം ക്ലിയർ ആയിട്ട് ഓഫ് കോഴ്സ് വീട്ടിൽ തന്നെ കാണുന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ എപ്പോഴും ഇങ്ങനെ കണ്ണാടി വെച്ചിട്ടാണല്ലോ മിക്കവാറും ഇരിക്കുന്നത്, ഒന്നെങ്കിൽ ഈ കണ്ണാടി അല്ലെങ്കിൽ മറ്റേ കണ്ണാടി. അപ്പം എനിക്ക് വീട്ടിലെ എല്ലാം ക്ലിയറായി കാണാം, പക്ഷേ എനിക്ക് കണ്ണാടി വെച്ചിരിക്കുന്നത് കൊണ്ട് ഐ എം സ്റ്റിൽ കൈൻഡ് ഓഫ് ഫീലിംഗ് ലൈക്ക് ഐ എം കീപ്പിംഗ് മൈ സ്പെക്സ്. I'm keeping my specs and I'm seeing everything clearly through it. പണ്ടത്തെ പോലെ ഇപ്പോഴും എൻ്റെ ബെയർ ഐസ് കൊണ്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് കാണുന്നത് എന്നുള്ളൊരു റിയാലിറ്റി എനിക്ക് കിട്ടിയിട്ടില്ല. ആൻഡ് വീട്ടിലാണെങ്കിലും വീട്ടിലത്തെ ആ അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഓക്കെ, ഐ റിയലി വാണ്ടഡ് എ മെമ്മറി ഓഫ് സീയിങ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് വിത്ത് മൈ ഐസ് ആഫ്റ്റർ ദ സർജറി. അപ്പം അതുകൊണ്ട് ഐ തോട്ട് ഇന്നത്തെ ഈ 1 week മാർക്കിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഗോൾഫ് ക്ലബ്ബിൽ ഞാൻ വന്നു. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ് ഐവ് സീൻ ഇൻ മൈ ലൈഫ്. സോ ഐ വോണ്ടഡ്, ഇപ്പം ഞാൻ ഇങ്ങനെ കണ്ണ് ചെറുതായിട്ട് അടച്ചു വെച്ചേക്കാം, അപ്പോൾ എനിക്കൊന്ന് അങ്ങോട്ട് പോയിട്ട് ഐ വോണ്ടഡ് എ ബ്യൂട്ടിഫുൾ മെമ്മറി ഓഫ് മൈ പെർഫെക്റ്റ് വിഷൻ. സോ ദാറ്റ്സ് വൈ ഐ എം ഹിയർ. എപ്പോഴും കണ്ണടച്ച് വെച്ചേക്കാണ്. എൻ്റെ ലൈഫിൽ I've never seen the world so clear with just my eyes. There's always been ഒന്നെങ്കിൽ എൻ്റെ കണ്ണാടി അല്ലെങ്കിൽ there's been a lens. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഇതുവരെ വേൾഡ് ഇത്ര ക്ലിയർ ആയിട്ട് കണ്ടിട്ടില്ല. പണ്ട് ആയിരുന്നെങ്കിൽ when I look with my eyes the vision would look like this, but now it's 4K like this. I'm grateful. So today is 10 days since my surgery. The update is that എനിക്കെല്ലാം വളരെ ക്ലിയർ ആയിട്ട് കാണാം. ഇപ്പോൾ എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ അങ്ങനെ പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് ഒന്നും വെക്കുന്നില്ല. ആകെ വല്ല തൂക്കുകയോ തുടക്കുകയോ അങ്ങനെ വല്ലതും ആണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഓടിക്കളയും, അവിടെ ഇരിക്കാറില്ല. പിന്നെ പുറത്ത് പോകുമ്പോൾ ഐ വെയർ മൈ നോർമൽ ഷെയ്ഡ്സ്. പിന്നെ ഞാൻ ഡ്രോപ്സ് എല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റിറോയിഡ് ഡ്രോപ്പ് ഇന്ന് തൊട്ട് ഇനി അതിൻ്റെ ഇടുന്ന ആ ഒരു ഡ്യൂറേഷൻ വീണ്ടും കുറയും. ഇങ്ങനെ ഡ്രോപ്സ് ഇട്ടുകൊണ്ടിരിക്കാറുണ്ട്. ഡ്രോപ്പ് എങ്ങാനും ഇടാൻ മറന്നുപോയാൽ എനിക്ക് ചിലപ്പോൾ കണ്ണിച്ചിരി ഒരു എന്താ പറയുക, ഇപ്പോൾ ചില ലൈറ്റൊക്കെ കുറച്ച് ബ്ലറി എടുത്തും പെട്ടെന്ന് ഡ്രോപ്സ് ഇടുമ്പോൾ വീണ്ടും ശരിയാവും. അത് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു, അതായത് ഒരു 1 month ഒക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ കണ്ണിൻ്റെ ടിയർ സെക്രീഷനൊക്കെ നോർമലായി വരുന്നത്. സോ അൺടിൽ ദെൻ ഡ്രോപ്സ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ്. സോ യെസ്, മൈ വിഷൻ ഇസ് റിയലി ഗുഡ്. ദർ ഇസ് റിയലി നോ ഡിസ്കംഫർട്ട്, നത്തിങ്. ആൻഡ് ഞാൻ എൻ്റെ ഫേവററ്റ് ആക്ടിവിറ്റി വീണ്ടും ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് റീഡിങ് ദിസ് തിങ്. സൈക്ലോസ്പോറിൻ ഐ ഡ്രോപ്സ് IP 0.05 W/V hydro eyes, sterile eye drops 0.05% W/V. Oh, that is written so small, I'm sure nobody can read it. Keep the medicine out of reach of children. Use the solution within 1 month after opening the container. Caution not to be sold by retail without the prescription of a registered medical practitioner. ഞാൻ ഇതിനു മുമ്പ് വായിച്ചതിനേക്കാൾ ഈസി ആയിട്ടാണ് ഇത് വായിച്ചത്. അങ്ങനെ കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്കും 1 മാസമായി. നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും തോന്നില്ല, എന്ത് പെട്ടെന്നാണ് 1 മാസമായതെന്ന്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഞാൻ ആ സർജറി ചെയ്ത ദിവസം ഫീൽസ് ലൈക്ക് ഒരു 10 days ago, ബട്ട് ഇറ്റ് വാസ് ആക്ച്വലി അബൌട്ട് 30 days ago. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫൈനൽ ചെക്കപ്പിന് വന്നു, എല്ലാ ചെക്കും ചെയ്തു. ദേ സെഡ് എവറിത്തിങ് ഇസ് ഫൈൻ. ഡോക്ടർ സെഡ് 6/6, 6/6 വിഷൻ ഉണ്ട്. എനിക്കതൊരു പുതിയ ടേമാണ്, ബിക്കോസ് ഇൻ മൈ എൻറ്റയർ ലൈഫ് 6/6 അടുത്ത് പോലും ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 6/6 വിഷൻ ഉണ്ട്, വിച്ച് മീൻസ് മൈ വിഷൻ ഇസ് പെർഫെക്റ്റ്. ഐ എം റീഡിങ് വിത്തൗട്ട് എനി പവർ. അപ്പം ഇതായിരുന്നു എൻ്റെ പണ്ടത്തെ പവർ, ബിഫോർ സർജറി ഉള്ള പവർ. ആൻഡ് ടുഡേ ദിസ് ഇസ് മൈ പവർ. 6/6 എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, മറ്റേ ABCD വായിക്കാൻ പറയുന്നിടത്ത് 6 വരിയാണുള്ളത്, വലിയ അക്ഷരവും ചെറിയ അക്ഷരവുമായിട്ടുള്ള 6 വരി. അപ്പോൾ അതിലെല്ലാം ഞാൻ കറക്റ്റായിട്ട് വായിക്കുന്നുണ്ട്. ഒരു 3 മാസം മുമ്പ് വരെ എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തുമെന്ന്. ബട്ട് എനിവേസ് എനിക്കിപ്പോഴും ചില സമയങ്ങളിൽ മേ ബി ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ മൈ ബ്രെയിൻ വിൽ അഡാപ്റ്റ് ടു ഇറ്റ്. പക്ഷേ എനിക്കിപ്പോഴും ഞാനിങ്ങനെ ക്ലിയർ ആയിട്ട് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നും കണ്ണാടി വെച്ചിട്ടില്ലോ, ഞാൻ ലെൻസ് വെച്ചേക്കാണോ എന്നൊരു ½ സെക്കൻഡിലൊക്കെ എനിക്ക് തോന്നും. എന്നിട്ട് ഞാൻ വിചാരിക്കും അല്ല ലെൻസ് വെച്ചേക്കല്ല. അപ്പം
എനിക്കും ഇറ്റ്സ് എ വെരി ന്യൂ ഫീലിംഗ്, ഇറ്റ്സ് എ വെരി ക്ലിയർ ഫീലിംഗ്, ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫീലിംഗ്. So that was my entire experience. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഞാനൊക്കെ ഓക്കെ നമുക്ക് സ്പെക്സ് വെക്കണമായിരുന്നു അല്ലെങ്കിൽ ലെൻസ് വെക്കണമായിരുന്നു, ഈ പരാതികളൊക്കെ പറയുമ്പോഴും നമ്മൾ ജനിച്ച ദിവസം തൊട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇത്രയും വർഷം യു ഓൾവേസ് ഹാഡ് വിഷൻ. അതിന് കണ്ണാടി വെച്ചിട്ടാണെങ്കിലും ലെൻസ് വെച്ചിട്ടാണെങ്കിലും ഇനിയിപ്പോൾ കണ്ണാടിയും ലെൻസും വെച്ചില്ലെങ്കിലും യു സ്റ്റിൽ ഹാവ് വിഷൻ. ദാറ്റ് ഈസ് എ ബ്ലെസ്സിങ്. ഓക്കെ, നമ്മൾ എന്തൊക്കെ വലിയ വലിയ കാര്യമായിട്ട് സംസാരിച്ചാലും ഇപ്പോൾ എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്നവരുണ്ട് ഹു ആർ ബോൺ ബ്ലൈൻഡ്, who do not have vision, who don't know what their father or their mother looks like, who don't know what an apple looks like, or what the sky looks like, or what അവർ തന്നെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഇതുവരെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും ചിലപ്പോൾ കാണത്തില്ലാത്ത ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനും ഉണ്ട്. സോ ഹാവിങ് വിഷൻ, വെദർ or not it is 4K Ultra HD, is still a huge blessing. അപ്പം അതൊരിക്കലും ഞാൻ ഇല്ല എന്ന് പറയത്തില്ല കേട്ടോ. ബിക്കോസ് ഐ നോ ദറ്റ് ഈവൻ ടു ബി ബോൺ വിത്ത് വിഷൻ, അത് തന്നെ ഒരു ബ്ലെസ്സിങ് ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന കാര്യങ്ങളാണ് എന്താണ് സ്പെക്സ് വെച്ചാണോ സ്പെക്സ് വെക്കാതെയാണോ വിഷൻ കിട്ടുന്നത് എന്നൊക്കെ ഉള്ളത്. സോ ജസ്റ്റ് ടു ഹാവ് വിഷൻ ഇസ് എ ബ്ലെസ്സിങ്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് എപ്പോഴും ഉള്ളതിനെ ബെറ്റർ ആക്കാൻ നമ്മളെപ്പോഴും ശ്രമിക്കാറുണ്ട്. ആൻഡ് ദ ഫ്രീഡം ഓഫ് ഗ്രേറ്റ് വിഷൻ is something, and I am thankful and blessed that എനിക്ക് ആ സർജറിക്ക് എലിജിബിൾ ആകാൻ പറ്റി, നല്ലൊരു സ്ഥലത്ത് അത് ചെയ്യാൻ പറ്റി, നല്ല ഡോക്ടേഴ്സിൻ്റെ ഗൈഡൻസിൽ അത് ചെയ്യാൻ പറ്റി. ഐ റിയലി ഹാവ് ടു താങ്ക് ഡോക്ടർ പ്രീതി. ഷീ ഈസ് ദ വൺ ഹൂ പെർഫോംഡ് മൈ സർജറി. ഷീ സീം ലൈക്ക് എ വെരി വെരി യങ് ഡോക്ടർ, വെരി ചിൽഡ് ഔട്ട്, വളരെ റിലാക്സ്ഡ് ആൻഡ് ഈസി ആയിട്ടാണ് ഡോക്ടർ എൻ്റെ സർജറി ചെയ്തത്. ഷീ വാസ് സോ ചിൽഡ് ഔട്ട് ആൻഡ് കാം ഡ്യൂറിങ് ദ ഹോൾ തിങ്, ആൻഡ് ദാറ്റ് റിയലി made the process also feel so simple. അപ്പോൾ അത് കാരണം ഞാൻ എന്നും ഐ വിൽ ഓൾവേസ് ബി വെരി താങ്ക്ഫുൾ ടു ഡോക്ടർ പ്രീതി. ഇത്ര സീംലെസ് ആയിട്ട് എനിക്ക് പെർഫെക്റ്റ് വിഷൻ എന്ന് പറയുന്ന ആ ഒരു ഫ്രീഡം അതിലോട്ടുള്ളൊരു വഴി ഉണ്ടാക്കി തന്നതിന്. പിന്നെ ഓഫ് കോഴ്സ് ഡോക്ടർ ജെ. ഇഫ് നോട്ട് ഫോർ ഡോക്ടർ ജെ, ഐ ഡോണ്ട് ഈവൻ തിങ്ക് ഐ വുഡ് ഹവ് ഹാഡ് ദ കോൺഫിഡൻസ് ടു പ്രൊസീഡ് വിത്ത് ദ സർജറി. നമുക്ക് അത്ര വിശ്വാസമുള്ള ഒരാൾ ഒരു സംഭവം പറയുമ്പോഴാണല്ലോ നമുക്ക് ഒരു കോൺഫിഡൻസ് തോന്നുന്നത്. അപ്പം റൈറ്റ് ഫ്രം റീറൂട്ടിങ് ഇറ്റ് ഡോക്ടർ ജെ തന്നെയാണ് എന്നെ റീറൂട്ട് ചെയ്തത്. സോ ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ടു ഹിം. എന്തൊരു ക്വസ്റ്റ്യൻ, ഡൗട്ട്, എന്ത് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ ഡോക്ടറിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ബാല എന്ന് പറയുന്നൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു ചെന്നൈയിൽ. പുള്ളിയായിരുന്നു അവിടുത്തെ കൗൺസിലർ എങ്ങാണ്ടുമായിരുന്നു. പുള്ളിയാണ് എല്ലാം ഷടപടി എന്ന് പറഞ്ഞെല്ലാം റെഡിയാക്കി തന്നത്. പിന്നെ ട്രിവാൻഡ്രത്ത് അഗർവാൾ, ആസിഫ എന്ന് പറയുന്നൊരു ചേച്ചിയുണ്ട്. ഇവിടുത്തെ പേപ്പർ വർക്ക്സ് പരിപാടികളെല്ലാം പുള്ളിക്കാരിയാണ് റെഡിയാക്കി തന്നത്. സോ ഐ റിയലി വോണ്ട് ടു താങ്ക് all 4 of them and the entire team at Agarwal Hospital. കാരണം നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. സോ ഐ എം ഗ്ലാഡ് they were a good hospital. I did genuinely have a good experience. പിന്നെ ഐ am so thankful to my family and my friends. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, but they know who they are and you also probably know who they are. ഈ ഒരു എൻറ്റയർ ജേർണിയിൽ എന്നെ ടേക്ക് കെയർ ചെയ്ത് എൻ്റെ കൂടെ നിന്നതിന്. പിന്നെ ഐ എം ഓൾസോ വെരി താങ്ക്ഫുൾ ടു ഗോഡ്. എല്ലാം സ്മൂത്തായി പോയി. it's all a blessing and I'm glad it went well. So that's it. ഇപ്പം ഒരു മാസമായി and I am slowly resuming my normal life, this time with perfect vision. ഇനിയും സ്വിമ്മിങ് ബീച്ച് അങ്ങനത്തെ ആക്ടിവിറ്റീസ് എല്ലാം ക്യാൻ ടേക്ക് another 2 more months, കംപ്ലീറ്റ്ലി 3 months കഴിഞ്ഞിട്ടാണ്. ബട്ട് ദാറ്റ്സ് എനിവേസ് നോട്ട് എ പാർട്ട് ഓഫ് മൈ എവറി ഡേ ലൈഫ്. ഇനി എനിക്ക് പതുക്കെ വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം. ഒരു ബേസിക് ലൂബ്രിക്കേറ്റിംഗ് ഡ്രോപ്സ് അടുത്ത ഒരു 3-4 മാസത്തേക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക്
ഡ്രൈ ഐസിൻ്റെ പ്രശ്നം ആസ് ഇറ്റ് ഇസ് ഉണ്ട്. പിന്നെ ഇറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. Yeah, that was just my entire documentation of my vision correction journey. I hope നിങ്ങൾ ഈ ഒരു ജേർണിയിലൂടെ വരുന്നത് ഇറ്റ് ഫെൽറ്റ് wholesome and satisfying for you also, because that's how it has been for me. പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരാൾക്കോ ഈ ഒരു ജേർണി ഇത്രയും ഡീറ്റെയിൽ ആൻഡ് ഇൻ ഡെപ്തിൽ കാണുന്നത് കൊണ്ട് ഒരു ഉപയോഗപ്രദമായി വരുന്നുണ്ടെങ്കിൽ ഐ വുഡ് ബി വെരി വെരി ഹാപ്പി ആൻഡ് ഗ്ലാഡ്. സോ that's about it. If you like this video, വേഗം പോയി ലേസർ ചെയ്യൂ എന്നൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം പക്ഷെ അതിനെക്കുറിച്ച് അധികം അറിയില്ല, സോ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നാൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തിരിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ ആഫ്റ്റർ ദാറ്റ് go forward, learn about it, understand about it, and അതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിയുമ്പം if you still think it's a good thing, then go forward and do it. കാരണം ലൈഫ് ഇസ് ഷോർട്ട്, ആൻഡ് ഈ ഷോർട്ട് ലൈഫിൽ നമ്മുടെ ചുറ്റും കുറേ പരിപാടികൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് വിച്ച് വി ക്യാൻ പ്രോബബ്ലി ട്രൈ ഔട്ട്. അപ്പം നമ്മളിതൊക്കെ ട്രൈ ഔട്ട് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അല്ലാതെ എന്താണ്, ഒരു പുസ്തകം അടച്ചു വെച്ചതുപോലെ അടച്ച് വെക്കരുത്. കാരണം എനിക്ക് തോന്നുന്നു 2018 when I was told that I am not going to be ever eligible for a LASIK surgery, ഞാൻ പറഞ്ഞതുപോലെ ഇറ്റ് വാസ് എ ക്ലോസ്ഡ് ബുക്ക്. ഞാൻ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. ഇറ്റ് സീംസ് അത് 2018 2016 മറ്റോ ആണ് US ആദ്യമായിട്ട് ഈ സ്മൈൽ എന്ന് പറയുന്ന സർജറി വളരെ പോപ്പുലറായിട്ട് പെർഫോം ചെയ്യപ്പെട്ട് തുടങ്ങിയത് ഇൻ പേഷ്യൻസ്. അപ്പം ഇന്ത്യയിൽ ഏത് വർഷമാണ് വന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ 2018 കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും തന്നെ വന്നിരിക്കണം. കാരണം US 2016 വന്നു. അപ്പം ആ സമയത്ത് അന്ന് ഞാൻ നിരാശപ്പെട്ട് തിരിച്ച് വന്നുകൊണ്ടിരുന്ന സമയത്ത് മറ്റെവിടേക്കോ ഈ ഒരു സർജറി വാസ് ബീങ് പെർഫോംഡ്. അപ്പോൾ അന്ന് ഞാൻ അറിഞ്ഞില്ല ദാറ്റ് 5 വർഷം കഴിയുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അറിയുമെന്നും എന്താ പറയുക, ഞാനിത് പോയി ചെയ്യുമെന്നും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ച പോലുമില്ല. പക്ഷേ ഐ തിങ്ക് ഇപ്പോൾ തിങ്കിങ് അബൌട്ട് ഇറ്റ് I should have perhaps checked up regarding it. പക്ഷെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. That was a mistake on my part. But I'm always grateful to my senior ശ്രീദേവി. അത്രയും ഒരു എഫേർട്ട് എടുത്ത് ഇൻട്രസ്റ്റോടു കൂടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതിനും ഈ ഞാൻ ചെയ്യുന്നത് വരെ എന്നോട് അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനും, ഞാൻ ഹോസ്പിറ്റലിൽ തലേ ദിവസം ആ ചെക്കപ്പിന് പോയ ദിവസം വരെ ഷി വാസ് ആസ്കിങ് മീ എന്തായി, എന്നിട്ട് എനിക്ക് സർജറി ചെയ്യാൻ പറ്റും എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എനിക്കുള്ളതിനേക്കാൾ സന്തോഷം പുള്ളിക്കാരിക്കായിരുന്നു. ആൻഡ് സർജറി കഴിഞ്ഞപ്പോഴും പുള്ളിക്കാരിയാണ് എനിക്ക് ഇപ്പോഴും ഒരാഴ്ച ഇടവിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് എന്തായി എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പം ശ്രീദേവിനെ പോലെ ഒരാൾ എൻ്റെ ലൈഫിൽ വരേണ്ടി വന്നു ഫോർ മീ ടു get started on it. So thank you ശ്രീദേവി. ആൻഡ് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ എപ്പോഴും ഇങ്ങനെ ഒരാൾ നമ്മുടെ ലൈഫിൽ വന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തണമെന്നില്ല. സംടൈംസ് യു ഷുഡ് റിയലി ഡു ഇറ്റ് ഫോർ യുവർ സെൽഫ്. കാരണം കുറേ നാൾ കഴിഞ്ഞ് വി ഷുഡ് നോട്ട് ഫീൽ ലൈക്ക് അന്ന് ഞാൻ എന്താ അത് ചെയ്യാതിരുന്നത്, അന്ന് ഞാൻ എന്താ ഇത് ചെയ്യാതിരുന്നത്, ഇനിയിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ലേറ്റായി പോയല്ലോ, അങ്ങനെ ഒരു ഗിൽറ്റ് നമുക്ക് തോന്നിപ്പോയാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ടെറിബിൾ. ബിക്കോസ് ടൈം ഈസ് വൺ തിങ് യു ക്യാൻ നോട്ട് ഗോ ബാക്ക് ടു, അല്ലേ? അന്ന് ചെയ്യാൻ മാത്രം പറ്റുന്ന കാര്യം അന്ന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഇന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്തെങ്കിലും ചെയ്യണം, എന്തിനെങ്കിലും കുറിച്ചൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അധികം മടിച്ചിരിക്കാതെ മുന്നോട്ട് പോയി അങ്ങ് ചെയ്യുക. ആൻഡ് മേക്ക് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ആൻഡ് ആഡ് എ ലിറ്റിൽ സ്പാർക്കിൾ ടു യുവർ ലൈഫ്. That's about it. Bye-bye. Toodles.